viewers, welcome to Edream BCom online class. Today we are discussing Principles of Marketing, Block 5 and Unit 15, Personal Selling and Sales Promotion. Promotion mix in ഒരു important element ആണ് personal selling. Personal selling include face-to-face contact or direct human contact between seller and buyer. ഇവിടെ നേരിട്ടിട്ടുള്ള ആശയവിനിമയമാണ് നടക്കുന്നത്. പ്രൊമോഷൻ മിക്സിൽ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഓഫ് മെസ്സേജ് ആണ്. അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിലൂടെ നമ്മളുടെ ഒരു സെയിൽസ് പേഴ്സൺ ഒരു ബയറുമായി ഇന്ററാക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? വിത്ത് എ വ്യൂ ടു കൺവിൻസ് ദ ബയർ ടു ടേക്ക് എ ഡിസിഷൻ or to accept the viewpoint of സെയിൽസ് പേഴ്സൺ. ഈ സെയിൽസ് പേഴ്സൺ ഇങ്ങനെ ഇവരോട് നേരിട്ടിരുന്ന് സംസാരിക്കുന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. കാരണം ഒന്നുകിൽ നമ്മളുടെ സെല്ലറുടെ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സന്റെ വ്യൂ പോയിന്റ് ബയറെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കാം. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആയിരിക്കാം, അതിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുന്നതായിരിക്കാം. അത് ഇയാളുടെ വ്യൂ പോയിന്റ് ബയർ ആക്സെപ്റ്റ് ചെയ്യണം, ബയർക്ക് അത് കൺവിൻസിങ് ആയി തോന്നണം. അതിലൂടെ ബയറെ പ്രോംപ്റ്റ് ചെയ്യാണ് എന്തിനു വേണ്ടി? ടു ടേക്ക് ആൻ ആക്ഷൻ. ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസിങ് ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമായി ബയർക്ക് വേണ്ടി ഒരു സെയിൽസ് പേഴ്സൺ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ബയറോട് നേരിട്ടിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ ബയർക്ക് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി ആ പ്രൊഡക്റ്റ് അവർക്ക് എങ്ങനെ സ്യൂട്ട് ആവുന്നു എന്നുള്ളത് സെയിൽസ് പേഴ്സൺ ഡയറക്റ്റ് ആയി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പ്രൊമോഷണൽ എലമെന്റ് ആണ് സെയിൽസ്മാൻഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സെയിൽസ് പേഴ്സന്റെ ഒരു ക്വാളിറ്റിയാണ് പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്റ്റ് ഹ്യൂമൻ എലമെന്റ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹ്യൂമൻ കോണ്ടാക്ട് ഉണ്ട്, പേഴ്സണൽ ടച്ച് വരുന്നുണ്ട്, ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതേപോലെ തന്നെ ഇതിലൂടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? റിമൈൻഡ്, ഇൻഫോം ആൻഡ് പെർസ്വേഡ്. അവരെ ഓർമ്മിപ്പിക്കുന്നു, അതേപോലെ തന്നെ അവരെ വിവരം അറിയിക്കുന്നു, അവരെ പ്രേരിപ്പിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ഇൻ ഓർഡർ ടു പർച്ചേസ് ദ ഇന്റൻഡഡ് പ്രോഡക്റ്റ്. ഏത് പ്രോഡക്റ്റ് ആണോ നമ്മൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്നത് ആ പ്രോഡക്റ്റ് അവർ വാങ്ങിക്കണം. അതിനുവേണ്ടി ബയർക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വിശദമായി ഓറൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു സെയിൽസ് പേഴ്സൺ അറിയിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഹെഡിങ്ങിൽ എന്താ പറയുന്നത്? പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. രണ്ടാമതൊരു ടേം കൂടി ഉണ്ട് അല്ലെ, സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the activities which are done by salesperson in order to boost the sales. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ മാനുഫാക്ചറർ അല്ലെങ്കിൽ നമ്മുടെ സെല്ലർ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത് അതിനെയൊക്കെ നമ്മൾക്ക് എന്ത് പറയാം? സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയാം. അത് ചിലപ്പോൾ ഫ്രീ ഗിഫ്റ്റുകൾ കൊടുക്കുകയാവാം, ഡിസ്കൗണ്ടുകൾ കൊടുക്കുകയാവാം, കൂപ്പൺസ് ആയിരിക്കാം, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ സ്കീമുകളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ പ്രൈസ് റിഡക്ഷൻ ഒക്കെ നടത്തിയൊക്കെ ചെയ്യാറുണ്ട്. നമ്മളുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാനുഫാക്ചറർ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും അതിനെയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ ടി വിയിലൂടെ ആയിരിക്കാം നമ്മൾ പരസ്യങ്ങൾ നൽകുന്നത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കടയുടെ പുറത്ത് ഫ്ലക്സ് ബോർഡുകൾ വെച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാവാം. അല്ലാതെ നേരിട്ടിട്ട് നമ്മൾ ബയേഴ്സിനോട് ഇങ്ങനെ ഓരോരുത്തരോടും ചെന്ന് പറയുന്നൊന്നുമില്ല. ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളുടെ സെയിൽസ് പ്രൊമോഷനിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് പേഴ്സണൽ സെല്ലിങ്ങും സെയിൽസ് പ്രൊമോഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഏറ്റവും ആദ്യമായി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ്? 1-to-1 കോണ്ടാക്ട് ആണ്. സെയിൽസ് പേഴ്സൺ, നമ്മുടെ സെയിൽസ്മാനും നമ്മളുടെ ബയറും തമ്മിൽ നേരിട്ടിട്ടുള്ള ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ് വരുന്നത്.
നേരിട്ടിട്ട് അവർ പരസ്പരം സംസാരിക്കുന്നു. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് സെയിൽസ് പ്രൊമോഷനിൽ. നമ്മൾ പ്രിന്റിംഗ് മീഡിയയിലൂടെയോ ഡിജിറ്റൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയിലൂടെയോ ഒക്കെ നമ്മുടെ ഓഫേഴ്സിനെ കുറിച്ച് കൺസ്യൂമേഴ്സിനെ വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നേരിട്ടിട്ട് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നോൺ പേഴ്സണൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സെയിൽസ് പ്രൊമോഷനിൽ യൂസ് ചെയ്യുന്നത്. ദെൻ രണ്ടാമതായി പറയുന്നത് റെഗുലാരിറ്റി. തുടർച്ചയായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? പേഴ്സണൽ സെല്ലിങ്ങിൽ എങ്ങനെയാണ്? റെഗുലർ ആൻഡ് ഓൺഗോയിങ്. നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് വിൽപ്പന അത് നടക്കുന്നത് വരെ ഡയറക്റ്റ് ആയിട്ട് ആ ബയറോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു പ്രൊഡക്റ്റിന്റെ വിൽപ്പനയായിരിക്കും, നാളെ നമ്മൾ വേറൊരു ബയറോടായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയാണ് പേഴ്സണൽ സെല്ലിങ്ങിൽ വരുന്നത്. സെയിൽസ് പ്രൊമോഷനിൽ എങ്ങനെയാണ്? ഹൈ ആണ്. കാരണം നമ്മൾ ഒരു മാസത്തേക്കോ എത്രയാണ് ഈ ഓഫർ നിൽക്കുന്നത് എങ്കിൽ ആ ഓഫർ നിൽക്കുന്നത് വരെ റെഗുലർ ആയിട്ട് ഈ പരസ്യം ചെയ്തുകൊണ്ടേയിരിക്കും, ആ ഓഫറിന്റെ കാലാവധി കഴിയുന്നത് വരെ. അപ്പൊ അതും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? തുടർച്ചയായി ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. ദെൻ മെസ്സേജ് ഫ്ലെക്സിബിലിറ്റി. മെസ്സേജ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിൽ എങ്ങനെയാണ്? നമ്മൾ ഒരു കാര്യം ബയറോട് നേരിട്ട് സംസാരിക്കണം. അപ്പൊ ബയറുടെ റിയാക്ഷൻസ് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പൊ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യത്തിൽ വരുത്തണമെങ്കിൽ നമ്മൾക്കത് ചെയ്യാം. പേഴ്സണലൈസ്ഡ് ആണ്. ഫ്ലെക്സിബിലിറ്റി പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? സെയിൽസ് പ്രൊമോഷനിൽ നോ ഡയറക്റ്റ് ഫീഡ്ബാക്ക്. നമ്മൾക്ക് അറിയുന്നുണ്ടോ നമ്മൾ കൊടുക്കുന്ന പരസ്യത്തിലൂടെ ആളുകൾ എങ്ങനെയാണ് അത് വായിക്കുമ്പോൾ അവർക്ക് എന്താണ് മനസ്സിലാകുന്നത്, അവർക്ക് എന്താണ് സംശയം തോന്നുന്നത് നമ്മൾ അറിയുന്നില്ല. ന്യൂസ് പേപ്പറിലാണ് പരസ്യം കൊടുത്തതെങ്കിൽ നമ്മൾ പരസ്യം കൊടുത്തു, ജസ്റ്റ് അവിടെ കഴിഞ്ഞു. പക്ഷെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ആ ബയർ ആൻഡ് സെല്ലർ, അവരുടെ ആ സെയിൽസ്മാനും ബയറും തമ്മിൽ പേഴ്സണൽ സെല്ലിങ്ങിൽ നടക്കുന്ന അത്രയും കോണ്ടാക്ട് എവിടെയില്ല, നമ്മളുടെ സെയിൽസ് പ്രൊമോഷനിൽ വരുന്നില്ല. ദെൻ അടുത്തതായി പറയുന്നത്, ഇപ്പൊ നമ്മൾ മെസ്സേജ് ഫ്ലെക്സിബിലിറ്റി നോക്കി, അതേപോലെ തന്നെ റെഗുലാരിറ്റി നോക്കി. ഇനി കൺട്രോൾ ആണ്. നമ്മളുടെ മെസ്സേജിനെ നമ്മൾക്ക് എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. ഇവിടെ പേഴ്സണൽ സെല്ലിങ്ങിൽ നമ്മൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയണം, എന്ത് പറയാതിരിക്കണം എന്നൊക്കെ നമ്മൾക്ക് ഏകദേശം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫെയർലി ഹൈ ആണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാ? നമ്മള് ഹൈ കൺട്രോൾ ആണ്. നമ്മൾ കൃത്യമായി സെറ്റ് ചെയ്ത് വെച്ച മെസ്സേജ് ആണ് പരസ്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ അത് അവിടെ നിർത്തുകയും ചെയ്യാം. ദെൻ അടുത്തതായി പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. പേഴ്സണൽ സെല്ലിങ്ങിൽ ഡയറക്റ്റ് ഫീഡ്ബാക്ക് ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ്. അപ്പോൾ അവരുടെ എല്ലാ റിയാക്ഷൻസും റെസ്പോൺസും നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ കഴിയും, ഡയറക്റ്റ് ഫീഡ്ബാക്ക്. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? നോ ഡയറക്റ്റ് ഫീഡ്ബാക്ക്. ഈ പരസ്യം കാണുന്ന ആളുകൾ നമ്മുടെ കടയിലേക്ക് വന്ന് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നാം അവർക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്, നമ്മളുടെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കിനോട് പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്, അത് മനസ്സിലാക്കാം. അതല്ലാതെ നമ്മളുടെ പരസ്യം കാണുമ്പോൾ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളത് ഡയറക്റ്റ് ആയി നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അത്രയാണ് പേഴ്സണൽ സെല്ലിങ്ങും സെയിൽസ് പ്രൊമോഷനും തമ്മിലുള്ള ആ ഒരു മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ടേം കൊണ്ടും എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ബയറെ പ്രേരിപ്പിക്കാം, അത് അവരെ അത് കൺവിൻസ് ചെയ്ത് അത് വാങ്ങിപ്പിക്കുന്ന ഒരു സെയിൽസ് പേഴ്സന്റെ കഴിവാണ് പേഴ്സണൽ സെല്ലിങ്ങിൽ നമ്മൾ കാണുന്നത്. സെയിൽസ് പ്രൊമോഷനിൽ നമ്മുടെ സ്ഥാപനത്തിലെ പ്രോഡക്ട്സിന്റെ സെയിൽസ് മൊത്തത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. നമ്മൾ പറഞ്ഞു പേഴ്സണൽ സെല്ലിങ്ങും സെയിൽസ് പ്രൊമോഷനും എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മാനുഫാക്ചറുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എത്താനും അവരുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് അത് സാറ്റിസ്ഫൈഡ് ആവാനും അവരെ നല്ല ഡിലൈറ്റഡ് ആയി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും വേണ്ടിയാണ്. അപ്പോൾ ഈ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ആശയം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെയധികം പ്രചാരം നേടിയ ഒരു ആശയമാണ്. കാരണം ടെക്നോളജിക്കലായി വന്നിട്ടുള്ള
മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ഷനുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെയും ബിസിനസ്സിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിനെയും തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊമോഷൻ മിക്സാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. സാധാരണ നമ്മൾ അഡ്വർടൈസിങ്ങിന് ടോട്ടൽ സെയിൽസിൻ്റെ 2% മുതൽ 5% വരെയൊക്കെയാണ് ചിലവാക്കുന്നത് എങ്കിൽ, പേഴ്സണൽ സെല്ലിംഗ് ടെക്നിക്കാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് 15% മുതൽ 20% വരെയൊക്കെ ആയി എന്ന് വരാം. പക്ഷേ പേഴ്സണൽ സെല്ലിങ്ങിലൂടെ നമ്മൾക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ, ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാ സ്പെഷ്യാലിറ്റീസും, ഏത് മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ നമ്മൾക്ക് ബയേഴ്സിനോട് നേരിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നു. അവരുടെ സംശയങ്ങൾ ആ സ്പോട്ടിൽ വെച്ച് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ ഓരോ കമ്പനിയും ഈ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് അവരുടെ പ്രോഡക്റ്റ് ഫീച്ചറും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിൻ്റെ വോള്യവും എല്ലാം നോക്കിക്കൊണ്ടാണ്. അപ്പോൾ അഡ്വർടൈസിങ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ കോസ്റ്റ്ലി ആയിട്ടുള്ളതും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതുമായ ടൂൾസൊക്കെ നമ്മൾ ബയേഴ്സിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് പേഴ്സണൽ സെല്ലിംഗ് ടെക്നിക്കുകൾ തന്നെ ഉപയോഗിക്കേണ്ടതായി വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിൽ പറയുന്നുണ്ട് CCTVs, കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെ വില കൂടിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ വിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ ഒരൊറ്റ പരസ്യം കൊടുത്താൽ പറ്റില്ല. ആ പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്ന കസ്റ്റമറെ നമ്മൾ പേഴ്സണലി ട്രീറ്റ് ചെയ്യുകയും അവരോട് ഈ പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളെക്കുറിച്ച് വിശദീകരിക്കുകയും എഫക്റ്റീവായ രീതിയിൽ ആ സെയിൽസ് ഒരു ആക്ച്വൽ സെയിൽസ് ആക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്നതിലൂടെ ഇതുവരെ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് നോക്കിയാൽ നമ്മൾക്ക് ആ കോസ്റ്റിനെ നെഗ്ലക്റ്റ് ചെയ്യാനേ തോന്നുള്ളൂ. കാരണം അത്രയും ബെനഫിഷ്യൽ ആണ് ഈ പ്രൊമോഷൻ ടൂളായിട്ടുള്ള പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് മാർക്കറ്റിംഗ് കോസ്റ്റ്. നമ്മൾ ടോട്ടലായിട്ട് മാർക്കറ്റിലേക്ക് ഓരോ പ്രോഡക്റ്റും എത്തിക്കാൻ വേണ്ടി അതിൻ്റെ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ വരുന്ന ഓരോ എക്സ്പെൻസുകളും കൂട്ടി നോക്കുമ്പോൾ വരുന്ന മാർക്കറ്റിംഗ് കോസ്റ്റിൻ്റെ അത്രയൊന്നും ഏതിൽ വരുന്നില്ല, പേഴ്സണൽ സെല്ലിങ്ങിൽ വരുന്നില്ല. കാരണം നമ്മുടെ ഷോറൂമിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഇരുന്നു കൊണ്ട് സെയിൽസ്മാൻ നമ്മുടെ ബയർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിംഗ് കോസ്റ്റിൻ്റെ റിഡക്ഷന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് കോസ്റ്റ് കുറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇറ്റ് വിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ആ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കാരണം പേഴ്സണൽ സെല്ലിംഗ് നമ്മൾ ആവശ്യമുള്ള ബയേഴ്സിന് മാത്രം, ആവശ്യമുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലാതെ പ്രോഡക്റ്റ് വാങ്ങാൻ തന്നെ ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് മുന്നിൽ വെറുതെ പരസ്യങ്ങൾ ചിലവാക്കുന്നതും അല്ലെങ്കിൽ മറ്റ് പ്രൊമോഷണൽ ടൂൾസ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് വർദ്ധിക്കും. അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊമോഷൻസ് വർദ്ധിക്കും. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പേഴ്സണൽ സെല്ലിങ്ങിൽ അങ്ങനെയല്ല. നമ്മൾ ആ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന് മാത്രമേ ആ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റ് ഓർ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഇൻ ടു എ മാർക്കറ്റ്. പുതിയ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിലൊരു പരസ്യം കൊടുക്കുന്നതിനേക്കാൾ നമ്മുടെ സെയിൽസ് പേഴ്സൺസിന് അതിനെക്കുറിച്ച് നല്ല അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തി അവർക്കത് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവർ ഡയറക്റ്റായി കൺസ്യൂമേഴ്സിന് ഓറൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവായ മെത്തേഡ്. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ സെല്ലിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ മാനുഫാക്ചറർക്ക് അത് ബെനഫിഷ്യലാണ്. പിന്നെ പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺസംഷൻ. നമ്മൾ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഷോറൂമുകളിൽ ഡിസ്പ്ലേക്ക് വെച്ചാൽ മാത്രം പോരാ, അത് ബയേഴ്സ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. ബയേഴ്സ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴേ നമ്മുടെ സ്ഥാപനത്തിന് ഇൻകം വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഈ ഉൽപ്പാദിപ്പിച്ച് വെച്ച പ്രോഡക്ട്സ് വിറ്റുപോയാലേ വീണ്ടും അവിടെ പ്രൊഡക്ഷൻ നടത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് ക്രിയേറ്റ്സ് കൺസംഷൻ ആൻഡ് കൺസംഷൻ ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അതല്ലാതെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റൊക്കെ അവിടെ വിൽക്കാത്ത സ്റ്റോക്കായിട്ട് നമ്മുടെ ഷോറൂമിൽ ബാക്കി വന്നാൽ നമ്മൾക്ക് അഡീഷണൽ പ്രൊഡക്ഷൻ നടക്കില്ല. അപ്പോൾ ലേബറേഴ്സിന് വർക്കില്ലാതെ വരും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വിറ്റുപോയാൽ പകരം ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എംപ്ലോയീസിന് അവിടെ തൊഴിൽ സാധ്യതകൾ കൂടുന്നുണ്ട്. അപ്പോൾ കൺസംഷൻ വർദ്ധിപ്പിക്കാനും അതിലൂടെ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷനും നമ്മളുടെ പേഴ്സണൽ സെല്ലിംഗ്
ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ സെല്ലിംഗ് ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നോർമലി 2 വാദങ്ങളാണ് ഉണ്ടാവാറുള്ളത്. സെയിൽസ് ഒരു സയൻസ് ആണോ അതോ ആർട്ടാണോ? സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം, കൃത്യമായ തെളിവുകളും തിയറികളും ഒക്കെ വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പ്രൂവ് ചെയ്ത് അടിസ്ഥാനപരമായി വികസിപ്പിച്ചെടുക്കുന്നതാണ്. ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പേഴ്സണൽ ക്വാളിറ്റീസ് ഒക്കെ വേണം. നമ്മൾക്കൊരു നൃത്തം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പഠിക്കാൻ കഴിയും, അതിൻ്റെ സ്റ്റെപ്സൊക്കെ പഠിക്കാൻ കഴിയും. പക്ഷെ അത് ഭംഗിയായി അവതരിപ്പിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് അതിലുള്ള ഒരു താല്പര്യവും ഒരു എബിലിറ്റിയും ഒക്കെ വേണം. അപ്പോൾ ആർട്ട് എന്ന് പറയുമ്പോൾ പേഴ്സണൽ എബിലിറ്റിക്കും പേഴ്സണൽ ക്വാളിറ്റീസിനുമൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി അതൊരു സയൻസ് ആണോ ആർട്ടാണോ എന്നുള്ളതിൽ പലപ്പോഴും 2 വാദങ്ങളും നടക്കാറുണ്ട്. കാരണം സെയിൽസ് ഈസ് ബേസ്ഡ് ഓൺ തിയറീസ്. നമ്മൾ ഓരോ സെയിൽസിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് നമ്മൾക്കുണ്ട്. പക്ഷേ ആത്യന്തികമായി ഒരു ബയറെ വാങ്ങാനുള്ള ആ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കണമെങ്കിൽ സെയിൽസ്മാനിന് ഒരുപാട് ക്വാളിറ്റീസ് വേണം. അപ്പോൾ അവിടെ ആർട്ടിൻ്റേതായ ഇൻഫ്ലുവൻസുമുണ്ട്, സയൻസിൻ്റെ തിയറീസുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സെല്ലിംഗ് തിയറീസ്. സെല്ലിംഗ് തിയറീസിൽ ഏറ്റവും ആദ്യമായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് AIDA തിയറിയാണ്. AIDA സെല്ലിംഗ് തിയറി. AIDA എന്ന് പറയുമ്പോൾ A ഡിനോട്ട്സ് അറ്റൻഷൻ, I ഡിനോട്ട്സ് ഇൻട്രസ്റ്റ്, D ഡിനോട്ട്സ് ഡിസയർ ആൻഡ് A ഫോർ ആക്ഷൻ. അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ആക്ഷൻ. ഈ 4 കാര്യങ്ങൾ നടക്കുമ്പോഴേ ഒരു സെയിൽസ് ഉണ്ടാകുന്നുള്ളൂ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് AIDA തിയറി. അപ്പോൾ ഇതിൽ പറയുന്നത് ഫസ്റ്റ് പോയിന്റിൽ അറ്റൻഷൻ ആണ്. The salesman must achieve or he has to capture the attention of buyer. നമ്മൾ പിടിച്ചെടുക്കണം അവരുടെ ശ്രദ്ധ, ബയറുടെ ശ്രദ്ധ നമ്മളിലേക്ക് ആകർഷിക്കാൻ നമ്മൾക്ക് കഴിയണം. അതിന് സെയിൽസ്മാൻ എന്ത് ചെയ്യണം? നല്ല നീറ്റായി ഡ്രസ്സ് ചെയ്ത് നല്ല പേഴ്സണലി നല്ലൊരു അപ്പിയറൻസിൽ പ്ലീസിങ് പേഴ്സണാലിറ്റിയോടുകൂടി ബയറെ അപ്രോച്ച് ചെയ്യണം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വണ്ടി ഷോറൂമുകളിലാണെങ്കിലും ജ്വല്ലറികളിലാണെങ്കിലും ടെക്സ്റ്റൈൽ ഷോറൂമുകളിലാണെങ്കിലും ആളുകൾ നല്ല യൂണിഫോമൊക്കെ ഇട്ട് നല്ല നീറ്റ്നെസ്സിൽ അവരുടെ പേഴ്സണൽ പ്രസൻറ്റേഷൻ, അങ്ങനെയാണ് അവർ. ആ സെയിൽസ്മാനെ കാണുമ്പോൾ അവർ കൃത്യമായി നമ്മളൊരു ബയർ ചെല്ലുകയാണെങ്കിൽ നമ്മളോട് നന്നായി ചിരിച്ച് ഗുഡ് മോർണിംഗ് മാഡം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നല്ല രീതിയിൽ സ്വീകരിച്ചു കൊണ്ടുപോയി ആ പ്രോഡക്റ്റിനെ കുറിച്ച് വിശദീകരിച്ച് തരുന്നു. ആദ്യം നമ്മളെ കംഫർട്ടായ ഒരു സ്ഥലത്ത് അവർ കൊണ്ടുപോയി ഇരുത്തും. എന്നിട്ട് റിലാക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നത്. അതല്ലാതെ കയറി വരുമ്പോൾ തന്നെ വാദിക്കുക വെച്ച് തന്നെ ഏത് പ്രോഡക്റ്റാണ് വേണ്ടത്, എന്താ വേണ്ടതെന്ന് ചോദിച്ച് എടുത്തു തരുമെന്നല്ല. അപ്പോൾ ആദ്യം നമ്മൾക്ക് ബയേഴ്സിൻ്റെ അറ്റൻഷൻ നേടാൻ കഴിയണം. ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഒരു ബോഡി ലോഷൻ്റെ പരസ്യം. ഒരു ബോഡി ലോഷനാണ് ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ. അത് വിൽക്കാൻ വേണ്ടി ഒരു സെയിൽസ്മാൻ റെഡി ആയിരിക്കുന്ന സമയത്ത് ആദ്യം ഇയാൾ പറയേണ്ടത്, ഇപ്പോൾ അവരുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ വേണ്ടി അയാൾ നല്ല വൃത്തിയായി ഡ്രസ്സ് ചെയ്ത് അയാളുടെ കൈയൊക്കെ നല്ല സ്കിന്നൊക്കെ നല്ല തിളങ്ങുന്ന പോലെയൊക്കെ അയാൾ അപ്പിയർ ചെയ്യണം. എന്നിട്ട് ചോദിക്കണം, ഈ ലോഷൻ ഡ്രൈ സ്കിന്നിനെ ഇങ്ങനെ സ്മൂത്ത് ആക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് അവരോട് ചോദിക്കുക. അപ്പോൾ പരസ്യങ്ങളിലാണെങ്കിലും നമ്മളോടൊരു ക്വസ്റ്റ്യനായിട്ട് പറയുന്നു, അല്ലെങ്കിൽ നമ്മളോട് അത് പറയുന്നു, നോക്കൂ നിങ്ങൾ ഈ ലോഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത് നന്നായി നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ചെയ്യും എന്ന് പറഞ്ഞ് അയാൾ കാണിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ സ്കിൻ അത്രയും സ്മൂത്ത് ആയിരിക്കണം. അതല്ലാതെ അയാൾ തന്നെ ഒരു ഡ്രൈ സ്കിന്നോട് കൂടി ഇരുന്നിട്ട് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഈ ബോഡി ലോഷൻ ഉപയോഗിക്കൂ നിങ്ങളുടെ സ്കിൻ സ്മൂത്ത് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയർക്ക് കൺവിൻസിങ് ആവില്ല. ഇപ്പോൾ ഫെയർനെസ് സോപ്പുകളുടെ പരസ്യങ്ങൾ പല സിനിമാ നടന്മാരും സിനിമാ നടിമാരും അത്രയും ഭംഗിയുള്ള ആളുകളൊക്കെയാണ് അവതരിപ്പിക്കാറുള്ളത്. കാരണം ബ്യൂട്ടി സോപ്പ് എന്ന് പറഞ്ഞ് പരസ്യം അവതരിപ്പിക്കുമ്പോൾ ബ്യൂട്ടി ഇല്ലാത്ത ഒരാളെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അത് കൺവിൻസിങ് ആവില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ക്യാപ്ചർ ദ അറ്റൻഷൻ ഓഫ് ദ ബയർ. ഏറ്റവും ആദ്യം ആ പ്രൊഡക്റ്റിലേക്ക് അയാളുടെ ശ്രദ്ധ കൊണ്ടുവരണം. അതിനുവേണ്ടി അയാൾക്ക് ആ പ്രൊഡക്റ്റിനോട് താല്പര്യം തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ അയാൾക്ക് അത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾക്ക് സംസാരിക്കാൻ കഴിയണം. ഇപ്പോൾ മഴയത്ത് ഒരാൾ നടന്നു പോവാണ്, അയാൾ നനഞ്ഞു പോവുകയാണെങ്കിൽ കുടയില്ല അല്ലേ, നമ്മുടെ കടയിൽ ഇത്ര രൂപയുടെ കുടയുണ്ട്, അപ്പോൾ അയാൾക്ക് അതൊരു ആവശ്യമാണ്, അപ്പോൾ അയാൾ അത് പരിഗണിച്ചു എന്ന് വരാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇംപ്രഷൻ, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ
സെയിൽസ്മാൻ നല്ല രീതിയിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം, അവരുടെ ശ്രദ്ധ ആകർഷിക്കണം. ദെൻ രണ്ടാമതായി പറയുന്നത് എന്താ? ഇൻട്രസ്റ്റ് ആണ്. ആ ഒരു പ്രൊഡക്റ്റിലേക്ക് അവരുടെ താല്പര്യം വർദ്ധിപ്പിക്കണം. അപ്പോൾ അവരോട് ചോദിക്കണം. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ഈ ബോഡി ലോഷൻ നിങ്ങളുടെ സ്കിന്നിനെ സ്മൂത്താക്കും, ഡ്രൈ സ്കിന്നിനെ സോഫ്റ്റ് ആക്കും. രണ്ടാമതായി ഇൻട്രസ്റ്റ്, അവരിൽ ആ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് ഡ്രൈ സ്കിന്നാണ് വളരെ പെട്ടെന്ന് വയസ്സായവരുടേതുപോലെ ചുളിഞ്ഞ തോലുണ്ടാകാനുള്ള കാരണം എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കും. അതായത് റിങ്കിൾസ് വരാൻ, നിങ്ങളുടെ സ്കിന്നിൽ റിങ്കിൾസ് വരാനുള്ള മെയിൻ റീസൺ ഡ്രൈ സ്കിൻ ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അപ്പോൾ അവർക്കത് അറിയില്ല എന്ന് പറയാനേ അവർക്ക് മടിയുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് വയസ്സാകുമോ, അവരുടെ സ്കിന്ന് അങ്ങനെ ആകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അവർക്ക് ഉള്ളിൽ നിന്ന് തോന്നും ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാലോ. അവർക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ആ പ്രോഡക്റ്റിൽ ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഡിസയറാണ്. അത് വാങ്ങാനുള്ള ആഗ്രഹം അവർക്കിങ്ങനെ തോന്നണം. ചെറിയൊരു താല്പര്യം വന്നിട്ടുള്ളൂ, ആ താല്പര്യത്തിനെ നമ്മൾ എന്താക്കി മാറ്റണം? തീവ്രമായ ആഗ്രഹമാക്കി മാറ്റണം. അപ്പം നമ്മളിങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഇത് നോക്കി നോക്കൂ, ഈ സിനിമാ നടി ഇതാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രശസ്തനായ വ്യക്തിയെ കാണിച്ച് ഇയാൾ ഇതാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഇത് അനുഭവം കൊണ്ട് തെളിയിച്ച ആളുകളുടെ അനുഭവക്കുറിപ്പുകളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ഡീറ്റെയിൽസൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്കിങ്ങനെ ഇത് ശരിയാണ്, ഇദ്ദേഹം പറയുന്നതൊക്കെ കറക്റ്റാണ് എന്നുള്ളൊരു സ്റ്റേജിലെത്തും. ആ സ്റ്റേജിലെത്തുമ്പോൾ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ അവരെ പ്രോംപ്റ്റ് ചെയ്യണം. ആക്ഷൻ, എന്നാൽ ഒന്ന് വാങ്ങിക്കല്ലേ, അല്ലെങ്കിൽ ഇത് ഇപ്പോഴാണ് ഇത്രയും, ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആയതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നത്, ഇനി ഇങ്ങോട്ട് ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സ്റ്റേജിലെത്തിക്കുന്നു. അതായത് ലാസ്റ്റിൽ ഇത് പറയുന്നുണ്ട്, ദിസ് ലോഷൻ ഈസ് അവൈലബിൾ ആർ ലീഡിങ് സ്റ്റോഴ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. We are offering an introductory discount on this skin lotion. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കാം. ഇപ്പോഴാണെങ്കിൽ 50% ഓഫർ ഉണ്ട് കേട്ടോ, അടുത്ത ആഴ്ച ഇത് ഉണ്ടാവില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ആ ഡിസയറിനെ എന്തിലേക്ക് എത്തിക്കണം? ആക്ഷനിലേക്ക് എത്തിക്കണം. ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസിങ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ AIDA തിയറിയിൽ പറയുന്നത് ഒരു സെയിൽസ്മാൻ ഒരു കസ്റ്റമറുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യണം, ആ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കണം, ഇൻട്രസ്റ്റിനെ ഡിസയറാക്കി മാറ്റണം, ഡിസയറിനെ ആക്ഷൻ ആക്കി മാറ്റണം. അങ്ങനെ ഒരു സെയിൽസ്മാൻ്റെ ക്വാളിറ്റി കൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് അവിടെ യാഥാർത്ഥ്യമായി മാറുന്നു. സെല്ലിംഗ് തിയറീസിലെ ഫസ്റ്റ് തിയറിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്, AIDA തിയറി. ഇനി സെക്കൻഡ് തിയറി എന്ന് പറയുന്നത് റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് തിയറിയാണ്. ഇതിനെ നമ്മൾ സിറ്റുവേഷൻ റെസ്പോൺസ് തിയറി എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് തിയറിയിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിസർച്ച് ഫൈൻഡിങ് ഫ്രം ബിഹേവിയർ സയൻസസ് ആൻഡ് സൈക്കോളജി. അതായത് ബിഹേവിയർ സയൻസിൻ്റെയും സൈക്കോളജി, നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ മാനസികപരമായിട്ടുള്ള അവരുടെ ആ ഒരു പ്രേരണകളും അവരുടെ ആ റിയാക്ഷൻസും അവരുടെ പെരുമാറ്റവും എല്ലാം നോക്കിക്കൊണ്ടാണ് നമ്മളിവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മൾ എങ്ങനെ അവരോട് പെരുമാറണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ബൈയിങ് റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസ് തിയറിയിൽ സബ്ബായിട്ട് 2 തിയറികൾ വരുന്നുണ്ട്, ബൈയിങ് ഫോർമുല തിയറി ആൻഡ് ബിഹേവിയറൽ ഇക്വേഷൻ തിയറി. അപ്പോൾ AIDAയിൽ നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ കിട്ടണം, അത് ഇൻട്രസ്റ്റ് ആവണം, ഡിസയർ ആവണം, ആക്ഷൻ ആവണം. രണ്ടാമത്തെ തിയറിയിൽ പറയുന്നത് വെൻ ആൻ ഇൻ്റർവ്യൂവർ, അതായത് നമ്മുടെ സെയിൽസ് പേഴ്സൺ നമ്മുടെ പ്രോസ്പെക്റ്റുമായിട്ട്, കൺസ്യൂമർ ആവാൻ പോകുന്ന ആളുമായിട്ട് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവരോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾക്ക് ഡയറക്റ്റ് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളുടെ ആ ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് വരുത്താനുള്ള കപ്പാസിറ്റി സെയിൽസ് പേഴ്സൺ വേണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ബേസ് തിയറി എന്ന് പറയുന്നത് എന്താണ്? എവറിത്തിങ് വാസ് റൈറ്റ് ഫോർ ദ സെയിൽ ടു ടേക്ക് പ്ലേസ്. നമ്മളുടെ ആ വിൽപ്പന നടക്കാൻ വേണ്ടി നമ്മൾക്ക് എന്തെല്ലാം ചെയ്യുന്നതാണോ ന്യായമെന്ന് തോന്നുന്നത് അതെല്ലാം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ശരിയാണ്. കാരണം എൻ്റെ റിസൾട്ട് എന്തായിരിക്കണം? സെയിൽ ഓഫ് ദി പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമറോട് ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ തലവേദനിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സൈൻ കാണിക്കുകയാണെന്ന് വിചാരിക്കുക.
ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയ പോലെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, ഹാവ് എ കപ്പ് ഓഫ് ടീ, ഒരു കപ്പ് കാപ്പി കുടിച്ചാലോ, അല്ലെങ്കിൽ നമുക്കൊന്ന് ചായ കുടിക്കാൻ പോയാലോ, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, നമ്മുടെ ആ കോമ്പൗണ്ടിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് മാറിയിരുന്നാലോ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവരെ കംഫർട്ട് ആക്കുന്ന രീതിയിൽ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, സിറ്റുവേഷൻ അനുസരിച്ച് പ്രതികരിക്കണം എന്ന് പറയുന്ന തിയറിയാണ് നമ്മളുടെ റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസ് തിയറി. അവിടെയുള്ള ആ സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കണം. അതുകൊണ്ടാണ് സിറ്റുവേഷൻ റെസ്പോൺസ് തിയറി എന്ന് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ അതിൽ സബായിട്ട് വരുന്ന ഫസ്റ്റ് തിയറി ബയിങ് ഫോർമുല തിയറിയാണ്. ബയിങ് ഫോർമുല തിയറി എന്ന് പറയുമ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ആ പ്രോഡക്റ്റ് അത് വാങ്ങുക എന്നുള്ള ആ സ്റ്റേജിലേക്ക് അവർ എത്തിച്ചേരാൻ ഒരുപാട് സ്റ്റെപ്പുകളുള്ളൊരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അവരുടെ ലാസ്റ്റ് റിസൾട്ട്, അവരുടെ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾക്കല്ല, അവർക്ക് എന്തെങ്കിലും ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടായിരിക്കും. ആ നീഡ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലം അവർ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതിന് സൊല്യൂഷനായിട്ട് അവർക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ലാസ്റ്റ് ആ പർച്ചേസിൽ എത്തി നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം. എന്താണ് നമ്മളുടെ പ്രശ്നം, നമ്മൾക്കത് ആവശ്യമുണ്ടോ ഇല്ലയോ, ആ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് സ്യൂട്ടായ പ്രോഡക്റ്റ് ഏതാണ് എന്ന് ബയറുടെ സൊല്യൂഷൻ എന്താണ്? പ്രോഡക്റ്റ് ഓർ സർവീസ്. പിന്നീട് നമ്മൾ നോക്കുന്നത് ബ്രാൻഡാണ് അല്ലെങ്കിൽ കമ്പനി നെയിം. ദെൻ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾക്ക് വരുന്നത്. ഒന്നുകിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും, അതല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഈ കസ്റ്റമർക്ക് ആ പ്രോഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബ്രാൻഡ് നെയിം എന്താണ്, ആ കറക്റ്റ് ഒരു ഡിസിഷൻ എടുത്ത് ആ പർച്ചേസ് ഡിസിഷനിലേക്ക് എത്തുകയും അതിനുശേഷം അവർ രണ്ട് സ്റ്റേജിൽ എത്തുകയും ചെയ്യുന്നു. അതായത് ഒന്നുകിൽ അവർക്ക് അവരുടെ ആ പ്രോബ്ലം സോൾവ് ആയി, അവർ സാറ്റിസ്ഫൈഡ് ആയി, അതല്ല ഈ പ്രോബ്ലത്തിന് പരിഹാരം ഈ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് മനസ്സിലായി എങ്കിലും ചിലപ്പോൾ അവർക്ക് വിചാരിച്ചതുപോലെയുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവർ ഡിസാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ഈ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷൻസ് അനുസരിച്ചാണ് നമ്മളുടെ റെസ്പോൺസ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, ഇവർക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ടോ, ആവശ്യമില്ലേ, ആ സിറ്റുവേഷനിൽ മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ആവശ്യം എന്താണ് എന്ന് ഈ കസ്റ്റമർക്ക് കൃത്യമായി മനസ്സിലാകാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ആവശ്യം തോന്നുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ നീഡിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം വരും അല്ലെങ്കിൽ ആവശ്യം വരും എന്നുള്ള രീതിയിൽ നീഡിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കണം. അതേപോലെ തന്നെ ചിലപ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആ സമയത്ത് അറ്റ് ദ ടൈം ഓഫ് നീഡ് അസോസിയേഷൻ ബിറ്റ്വീൻ ദ നീഡ് ആൻഡ് പ്രോഡക്റ്റ് ഷുഡ് ബി എംഫസൈസ്. അതായത് ഇവരുടെ ആവശ്യവും അതുപോലെ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മുടെ പ്രോസ്പെക്റ്റ്, നമ്മുടെ കൺസ്യൂമർ ആവാൻ പോകുന്ന ആൾ ചിന്തിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് ഊന്നി പറയണം? പ്രോഡക്റ്റും നിങ്ങളുടെ ആവശ്യം. ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്, അകത്തിരിക്കുമ്പോൾ ഇയാൾക്ക് കുട വേണമെന്നൊന്നും തോന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറയാം, പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് കുട എന്തായാലും ആവശ്യമായി വരും. അങ്ങനെ ആ രീതിയിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചും അവരുടെ ആവശ്യത്തെക്കുറിച്ചും കമ്പൈൻ ചെയ്ത് പറയാം. അതേപോലെ തന്നെ ബ്രാൻഡിനെ കുറിച്ചോ കമ്പനി നെയിമിനെ കുറിച്ചോ നമ്മുടെ പ്രോസ്പെക്റ്റിന് അറിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യണം? ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഏത് ബ്രാൻഡിൻ്റേതാണ് നല്ലത്, ഏത് കമ്പനിയുടേതാണ് നല്ലത് എന്ന് എംഫസൈസ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ബ്രാൻഡ് നെയിമും പ്രോഡക്റ്റും നീഡും എല്ലാം അസോസിയേറ്റഡ് ആയി വന്നു കഴിഞ്ഞാൽ, ഇയാൾക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കണം? ആ പ്രോഡക്റ്റ് വാങ്ങുന്നതിനെക്കുറിച്ച് അവരെ സംസാരിച്ച് അവരെ പ്രേരിപ്പിക്കണം. ദെൻ അതേപോലെ തന്നെ അവർക്ക് എല്ലാ ഇൻഫർമേഷനും കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ ഒരു ഡിസയേർഡ് സ്റ്റേറ്റ് ഓഫ് രീതിയിൽ നമ്മൾ ആ കസ്റ്റമേഴ്സിനെ കറക്റ്റ് രീതിയിൽ കൺസിഡർ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് സ്യൂട്ടബിൾ ആണ്, നിങ്ങളൊരു സാറ്റിസ്ഫൈഡ് ലെവലിലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കണം. ഇനി ഇതിൽ വരുന്ന ഇപ്പോൾ ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ റെസ്പോൺസ് തിയറിയിൽ വരുന്ന രണ്ടാമത്തെ തിയറിയാണ് ബിഹേവിയറൽ ഇക്വേഷൻ തിയറി. ബിഹേവിയറൽ ഇക്വേഷൻ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് സൈക്കോളജി ബേസ്ഡ് തിയറിയൊക്കെയാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ പ്രധാനമായും ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആ പ്രോസസ്സിലെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ഡ്രൈവ്, ക്യൂ,
റെസ്പോൺസ്, റീഇൻഫോഴ്സ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ എടുക്കുക. നമുക്ക് വല്ലാതെ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്, അതാണ് ഡ്രൈവ്. നമുക്ക് പേഴ്സണൽ 2 തരം ഡ്രൈവ് വരാം കേട്ടോ. ഇൻറ്റേർണൽ ഡ്രൈവും ഉണ്ട്, എക്സ്റ്റേർണൽ ഡ്രൈവും ഉണ്ട്. ഇൻറ്റേർണൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹങ്കർ, തേഴ്സ്റ്റ് അങ്ങനെയുള്ള ഇതിലൂടെ നമ്മൾക്കുള്ളിൽ നിന്നുണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള ആവശ്യങ്ങൾ. എക്സ്റ്റേർണൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രൊമോഷൻ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് എത്തണം എന്നൊക്കെ നമ്മൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവും. അതാണ് എക്സ്റ്റേർണൽ ഡ്രൈവ്. അപ്പോൾ ഇൻറ്റേർണൽ ഡ്രൈവ് നമുക്ക് വളരെയധികം ദാഹം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോഴാണ് നമ്മളിങ്ങനെ പുറത്ത് ജ്യൂസ് കടയിൽ ബോട്ടിലുകൾ ഇരിക്കുന്നത് കണ്ടത്. അതാണ് ക്യൂ. ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ അർജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈഗറാണ്, നമുക്കൊരു അർജൻറ്റ് നീഡ് അല്ലെങ്കിൽ ഒരു മോട്ടീവാണ്, ഒരു അതിയായിട്ടുള്ള പ്രേരണ, നമ്മൾക്ക് ഉള്ളിൽ നിന്ന് ഒരു പ്രേരണ ഉണ്ടാവുന്നതാണ് ഡ്രൈവ്. അപ്പോൾ ആ ഡ്രൈവ് ഉള്ള സമയത്താണ് നമ്മൾ ജ്യൂസ് ബോട്ടിൽസ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ആ കാഴ്ച നമ്മളത് കണ്ടു. അപ്പോൾ ആ കാണുമ്പോൾ നമ്മളെ ദാറ്റ് സൈഡ് ഇംപ്രൂവ്സ് അവർ ഡ്രൈവ് ഓർ ഇറ്റ് ആക്ട് ആസ് എ സ്റ്റിമുലേ. നമ്മൾ എന്തായിട്ട് ആ പ്രോഡക്റ്റ് കാണുമ്പോൾ നമ്മൾക്ക് ആ ദാഹവും ഉണ്ട്, ആ പ്രോഡക്റ്റ് കാണും കൂടെ ചെയ്തു. അപ്പോൾ നമ്മൾക്കിങ്ങനെ തോന്നും റെസ്പോണ്ട് ചെയ്യണം, നമ്മൾക്കത് വാങ്ങിക്കണം, നമുക്കത് കിട്ടണം. വി ആർ റെസ്പോണ്ടിങ്. ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാൻ പോകുന്നു, അത് വാങ്ങി നമ്മൾ കുടിച്ചു, നമ്മൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റീഇൻഫോഴ്സ് ചെയ്യും. വീണ്ടും വീണ്ടും ആ പ്രോഡക്റ്റ് തന്നെ പിന്നീട് ആ ഒരു അവസ്ഥ വരുമ്പോൾ വാങ്ങി ഉപയോഗിക്കും. അപ്പോൾ ഒരു ബയർ കടന്നു പോകുന്ന സ്റ്റേജുകൾ, പലതരത്തിലുള്ള ഡ്രൈവ്, 2 ടൈപ്പ് ഡ്രൈവ് ഉണ്ട് നമ്മൾ പറഞ്ഞു, ഇൻറ്റേർണൽ ഡ്രൈവും എക്സ്റ്റേർണൽ ഡ്രൈവും. അതേപോലെ തന്നെ ക്യൂസ് ഓർ സ്റ്റിമുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻസ് ഓർഗൻസിലൂടെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രേരണകളാണ് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ചൂടുള്ള ഒരു പാൻ കൈകൊണ്ട് അറിയാതെ തട്ടി നമ്മൾ പെട്ടെന്ന് കൈ ഇങ്ങനെ കുടയും. അപ്പോൾ അത് ആ ഒരു പാനിൽ ആ ഹീറ്റ് എന്ന് പറയുന്ന ആ സ്റ്റിമുലയോട് നമ്മൾ പ്രതികരിച്ചതാണ്. അപ്പോൾ അതേപോലെ പ്രോഡക്റ്റിൻ്റെ കളറ്, വെയിറ്റ്, പ്രൈസ് ഇതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. പ്രോഡക്റ്റ് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾക്ക് വാങ്ങിക്കാം. അതേപോലെ തന്നെ ഇൻഫർമേഷൻ മോട്ടിവേറ്റഡ്. ചിലപ്പോൾ നമ്മൾ പല പരസ്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ആ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് ഒന്ന് വാങ്ങി നോക്കിയാലോ എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ ക്യൂസ് ഓർ സ്റ്റിമുലേ ഉണ്ടാകും. അതിന് റിയാക്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെസ്പോൺസ് ചെയ്യും. നമ്മളുടെ ആക്ഷൻ, നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കും. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ വി വിൽ റിപ്പീറ്റഡ്ലി പർച്ചേസ് ദ സിമിലർ പ്രോഡക്റ്റ്. അതിനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയറൽ ഇക്വേഷൻ തിയറി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഡ്രൈവിനെയും ക്യൂവിനെയും റെസ്പോൺസിനെയും റീഇൻഫോഴ്സ്മെൻറ്റിനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. B = P × D × K × V. അതാണ് നമ്മളുടെ ഇക്വേഷൻ. അവിടെ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ഓഫ് പർച്ചേസിങ് എ ബ്രാൻഡ് ഓർ പ്രോഡക്റ്റ്. നമ്മളുടെ ഒരു പ്രോഡക്റ്റിൻ്റെ വാങ്ങുന്ന തീരുമാനം അത് എന്തിനാലെല്ലാമാണ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്? P × D × K × V. Here P denotes strength of habit of inward response tendency. നമ്മൾക്ക് ആ ഇൻവേർഡ് റെസ്പോൺസ് ടെൻഡൻസി, അതായത് നമ്മൾ ആ ഒരു പ്രത്യേക പ്രോഡക്റ്റിനോടുള്ള നമ്മളോടുള്ള ആ ഒരു ഹാബിറ്റ്, നമ്മൾക്കത് വാങ്ങാനുള്ളൊരു പ്രേരണയൊക്കെ ഉണ്ടാവില്ലേ. ദെൻ പ്രസൻറ്റ് ലെവൽ ഓഫ് ഡ്രൈവ്, അതായത് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ആ ഡ്രൈവ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾക്ക് ദാഹമുണ്ടായിരുന്നു, അപ്പോൾ ആ ജ്യൂസിനെ കണ്ടു. പിന്നെ K എന്ന് പറയുന്നത് എന്താ? വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ്, നമ്മൾക്ക് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. ദെൻ V എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ക്യൂ. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, ആ പ്രോഡക്റ്റിനോട് നമ്മൾക്കുള്ള ആഗ്രഹം, ആ പ്രോഡക്റ്റിനോട് നമ്മൾക്ക് എന്താണോ ഒരു ആവശ്യമുള്ളിൽ നിന്ന് തോന്നുന്നത്, അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അതിൻ്റെ പ്രൈസും എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ആ പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ K എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ നമ്മൾക്ക് കറക്റ്റ് ആണെങ്കിൽ P റിപ്പീറ്റ് വരും. അതായത് സ്ട്രെങ്ത് ഓഫ് ഹാബിറ്റ്, നമ്മൾക്ക് ആ പ്രോഡക്റ്റ് ഇങ്ങനെ വീണ്ടും വീണ്ടും വാങ്ങാനുള്ള ഒരു ആഗ്രഹം കൂടി വരും. അപ്പോൾ സെയിൽസ് പേഴ്സൺ ക്യാൻ ഇൻഫ്ലുവൻസ് ദ ബയർ ഇൻ ടേംസ് ഓഫ് ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദിസ് ഇക്വേഷൻ. അപ്പോൾ സെയിൽസ് പേഴ്സൺ ചെയ്യേണ്ടത് എന്താ? ഇതിലത്തെ ഏതൊക്കെ എലമെൻറ്റുകളാണ് ഏറ്റവും നന്നായി ബൂസ്റ്റ് ചെയ്യപ്പെടാൻ കഴിയുന്നത്, അതിനനുസരിച്ച് അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ പ്രോസ്പെക്റ്റിനെ.
അപ്പോൾ അവർക്ക് ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാനുള്ള താല്പര്യം കൂടും. അങ്ങനെ ഈ ബി എന്ന് പറയുന്ന കാര്യം സംഭവിക്കും. ദാറ്റ് മീൻസ് പർച്ചേസിങ് ദ ബ്രാൻഡ് ഓർ പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയും തിയറികളാണ് നമ്മൾ ഒരു വ്യക്തി എന്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവരെ ഇത് വാങ്ങാൻ പ്രേരിപ്പിക്കാം, എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ 2 തിയറിയാണ്, AIDA തിയറിയും റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസ് തിയറിയും. അതിൽ ഈ റൈറ്റ് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസ് തിയറിയുടെ സബ് പോയിന്റ് ആയിട്ട് വരുന്നതാണ് ബൈയിങ് ഫോർമുല തിയറിയും ബിഹേവിയറൽ ഇക്വേഷൻ തിയറിയും. പേഴ്സണൽ സെല്ലിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് പ്രൊമോഷൻ മിക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിനെ നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ പേഴ്സണൽ സെയിൽസ്മാൻ്റെ ക്വാളിറ്റീസാണ് അവിടെ ഒരു സെയിൽസിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സെയിൽസ് എന്ന് പറയുന്ന ആ പ്രോസസ്സിലേക്ക് എത്തിക്കണമെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങിൽ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് ആ സെയിൽസ്മാൻ കടന്നു പോകുന്നത്? ഏറ്റവും ആദ്യമായി പ്രോസ്പെക്റ്റിംഗ് ആണ്. ഒരു പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സിൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഐഡൻറ്റിഫൈയിങ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സാണ്. ഏറ്റവും ആദ്യം നമ്മളുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ്, അവരെ നമ്മൾ കണ്ടെത്തുന്നു. ദെൻ ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സാക്കി മാറ്റണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവർ സാധ്യതയുണ്ട് എന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജിൽ ആ പ്രോഡക്റ്റോ സർവീസോ വാങ്ങുമ്പോഴാണ് അവർ നമ്മുടെ കസ്റ്റമറായി മാറുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം? റീറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ കസ്റ്റമേഴ്സിനെ അവരെ ലോയൽ കസ്റ്റമേഴ്സാക്കി നിലനിർത്താൻ നമ്മൾക്ക് കഴിയണം. അപ്പോൾ അതിനുവേണ്ടി ഈ സെയിൽസ്മാൻ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യമായി പറയുന്നത് പ്രോസ്പെക്റ്റിംഗ് ആണ്. പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് വരാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ്, ഏതൊക്കെ ആളുകൾക്കാണ് നമ്മുടെ പ്രോഡക്റ്റിനോട് ആവശ്യമുള്ള പ്രൊഡക്റ്റാണ് അവർ വാങ്ങിക്കുള്ളൂ. അപ്പോൾ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് searching, identifying and qualifying potential customers is referred as prospecting. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് അവരെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാക്കി മാറ്റുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ കമ്പനിയെക്കുറിച്ചും കമ്പനികളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും എല്ലാം നമ്മൾക്ക് കൃത്യമായി അറിയണം. അതേപോലെ തന്നെ ഓരോ പ്രോഡക്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസ് ആ കസ്റ്റമേഴ്സിന്, നമ്മളിപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് സ്യൂട്ടാകുന്നത്, ആ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ കഴിയണം നമ്മുടെ പ്രോഡക്റ്റും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും. ദ കണ്ടീഷൻസ് ഓഫ് ക്വാളിഫയിങ് പ്രോസ്പെക്ട്സ്. ഒരു പ്രോസ്പെക്റ്റിനെ നമ്മൾ കൃത്യമായി നമ്മുടെ കസ്റ്റമറാക്കാൻ ക്വാളിറ്റി ഉള്ള ആളാണ് എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ആവശ്യം എന്താണ്, ആ ആവശ്യത്തിന് നമ്മളുടെ പ്രൊഡക്റ്റ് സ്യൂട്ടാണോ, അവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള എബിലിറ്റി ഉണ്ടോ, അതൊക്കെ നോക്കണം. ഇപ്പോൾ ഒരു സാധാരണ മാരുതി കാർ വാങ്ങാൻ വന്നൊരു ഫാമിലിയോട് നമ്മൾ ഏറ്റവും പ്രീമിയം ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആ എലൈറ്റ് ക്ലാസ്സിന് സ്യൂട്ടാവുന്ന ഒരു കാറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അവർക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ആ പ്രോഡക്റ്റ് അവർക്ക് വാങ്ങിക്കാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല, പർച്ചേസിങ് പവർ വേണം. അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ, നമ്മുടെ പ്രോസ്പെക്ട്സിൻ്റെ പർച്ചേസിങ് പവർ, അവരുടെ എബിലിറ്റി, ഇതെല്ലാം നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യണം. കാരണം പർച്ചേസിങ് പവർ ഉള്ള ആളുകൾക്കാണ് ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവരോടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൺലി ദോസ് ഇൻഡിവിജ്വൽസ് ദാറ്റ് മീറ്റ് ദീസ് റിക്വയർമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് പ്രോസ്പെക്ട്സ്. അപ്പോൾ നമ്മൾ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് അവർക്ക് ആവശ്യമുണ്ടായിരിക്കണം. ആ പ്രോഡക്റ്റിനെ കുറിച്ച് ചിലപ്പോൾ അവർ പരസ്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൂടെയോ ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഓരോ പ്രോഡക്റ്റും ഇപ്പോൾ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ അവരെ കസ്റ്റമേഴ്സായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്? പ്രീ അപ്രോച്ചാണ്. പ്രീ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അവരിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അതിൻ്റെ മുന്നേ നമ്മൾ നടത്തുന്ന ചില പ്രിപ്പറേഷൻസ് ആണ്. അവരോട് അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപേ അവരെ കുറിച്ചിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അവരുടെ ജോലി എന്താണ്, അതേപോലെ തന്നെ അവരുടെ ഹോബീസ് എന്താണ്, മാരിറ്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അവർ ബിസിനസ്സുകാരാണോ, അവർക്ക് ഈ പ്രോഡക്റ്റിനോടുള്ള താല്പര്യം എന്തുകൊണ്ട് വന്നതാണ്, അവരുടെ എഡ്യൂക്കേഷൻ ലെവൽ എങ്ങനെയാണ്,
ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി വെക്കണം. അതേപോലെ ഇത് ശരിക്കും സെയിൽസ്മാൻ ഒരു ഹോംവർക്ക് ചെയ്യുന്നത് പോലെയാണ്. കാരണം നമ്മൾക്ക് കൃത്യമായി ഈ കമ്പനിയെക്കുറിച്ച് അറിയണം, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം, കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. കാരണം ഇതൊക്കെ നമ്മൾക്ക് കസ്റ്റമേഴ്സിനോട് വിശദീകരിക്കാനുള്ളതാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ഇപ്പോൾ നമ്മൾ ഓരോ രീതിയിലുള്ള ഇപ്പോൾ സെയിൽസ് പ്രസൻറ്റേഷൻ നടത്തുന്നതിന് മുന്നേ ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ഡ്യൂറിങ് എ കോൺവെർസേഷൻ വിത്ത് എ പ്രോസ്പെക്ട് എ സെയിൽസ് പേഴ്സൺ മൈറ്റ് criticize or express views which might be exact opposite of the prospect's views. This would surely put an end to the approach and presentation. ഇപ്പോൾ നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ, അയാൾക്ക് ഒരു പ്രൊഡക്റ്റിനോട് ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ സെയിൽസ് പേഴ്സൺ നേരെ അതിന് വിപരീതമായിട്ടുള്ള വ്യൂ പോയിന്റ് ഉള്ള ആളാണ്. അവർ രണ്ടുപേരും പരസ്പരം വിരുദ്ധമായി സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പ്രൊഡക്റ്റിൻ്റെ വിൽപ്പന നടക്കില്ല. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി വരണം. അവർക്ക് തമ്മിൽ എന്താണ് നമ്മുടെ പ്രോസ്പെക്റ്റിന് എന്താണ് പ്രാധാന്യമുള്ളത്, അതുപോലെ അവർക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്താണ് അറിയുന്നത്, അവർക്ക് ഏത് രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് ഇഷ്ടം, ഇതെല്ലാം സെയിൽസ് പേഴ്സൺ മുൻകൂട്ടി മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഒരു ലാപ്ടോപ്പ് വിൽക്കുന്ന കടയാണെങ്കിൽ നമ്മൾക്ക് അവിടെ വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ സെയിൽസ് പേഴ്സൺ എന്താ ചെയ്യുക, അവരോട് ആദ്യം ഹായ് ഗുഡ് മോർണിംഗ് മാം എന്നൊക്കെ പറഞ്ഞ് നല്ല പ്ലീസ് ചെയ്ത് അവരെ സ്വീകരിച്ച് കംഫർട്ടായി കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കും, എന്തിനു വേണ്ടിയാണ്, മോൾക്ക് പഠിക്കാനാണോ, മോന് പഠിക്കാനാണോ, മാമിന് ഓഫീസിൽ ഉപയോഗിക്കാനാണോ, എങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്, എന്ത് ചെയ്യുന്നു, എവിടെ നിന്ന് വരുന്നു, എല്ലാം അവർ ചോദിക്കും. എന്നിട്ടാണ് നമ്മളോട് എങ്ങനെ സംസാരിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ഉണ്ടായിരിക്കും വളരെ കുറച്ച് മാത്രം സംസാരം ഇഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പോൾ അവരോട് നമ്മൾ ജസ്റ്റ് ആ പ്രോഡക്റ്റിൻ്റെ കോൺഫിഗറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റീസ് മറ്റ് പ്രോഡക്റ്റിൽ നിന്ന് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ദെൻ അതിൻ്റെ പ്രൈസ് പറയുക, ജസ്റ്റ് മോഡൽ കാണിച്ചു കൊടുക്കുക, അത്രേ ചെയ്യേണ്ടി വരുള്ളൂ. എന്നാൽ ചില ആളുകൾക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്നും അറിയുന്നുണ്ടാവില്ല. അവരുടെ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും ഇഷ്ടം പോലെ, പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചിലർ മോഡൽ സെലക്ട് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ ആ മോഡൽ ഏതാണ്, അതിനേക്കാൾ നല്ലത് വേറെ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നാച്ചർ അനുസരിച്ച് വേണം പ്രസൻറ്റേഷൻ മെത്തേഡ് തീരുമാനിക്കാൻ. അപ്പോൾ ഏകദേശം അവരെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവും, അപ്രോച്ച്. നമ്മൾ അവരെ സമീപിക്കുകയാണ്, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനും എന്താണ് അവരുടെ ആവശ്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരോട് ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഇംപ്രഷൻ, നമ്മൾക്ക് സെയിൽസ് പേഴ്സണെ കുറിച്ചിട്ടുള്ള ഇംപ്രഷൻ നല്ലൊരു ഇംപ്രഷൻ ആയിരിക്കണം. കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സംസാരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ നമ്മുടെ കടയിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ വന്ന കസ്റ്റമർ ആണെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് അത് ഒരുപാട് ദൂരെയാണ് വീട്, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക, നമ്മൾ ഇതൊക്കെ ആദ്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും വീട് എവിടെയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ ഇത്തിരി ദൂരം ഉണ്ടല്ലേ, അപ്പോൾ നമ്മൾ അറിയുന്ന വണ്ടി വിളിച്ചു തരാം, അപ്പോൾ സാധാരണ കൊടുക്കുന്നതിൻ്റെ പകുതി ചാർജ് കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് അവരെ നമ്മൾ സ്പെഷ്യലായി കൺസിഡർ ചെയ്തു, അവർക്ക് ഫേവറബിൾ ആയ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ആ രീതിയിലുള്ള അപ്രോച്ചാണ് സെയിൽസ് പേഴ്സൺ നമ്മളുടെ പ്രോസ്പെക്റ്റ് കസ്റ്റമേഴ്സിനോട് നടത്തേണ്ടത്. അതേപോലെ തന്നെ അവരോട് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിൻ്റെ ഏതെങ്കിലും അറിയാവുന്ന ആളുകളുണ്ടോ, നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ റെഫറൻസ് അവരുടെ അറിവിലുള്ള ആളുകൾ. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ വേറൊരാൾ ഇപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വണ്ടി ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറയാം, ആ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് നിന്നാണ് വണ്ടി എടുത്തത്, നിങ്ങൾ അവരോടൊന്ന് അന്വേഷിച്ച് നോക്കി നോക്കൂ ഞങ്ങളുടെ സർവീസിനെ കുറിച്ച്. അങ്ങനെ റെഫറൻസുകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾക്ക് അപ്രോച്ച് ചെയ്യാം. ആ അപ്രോച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഡീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രസൻറ്റേഷനാണ്. നമ്മളുടെ പ്രോഡക്റ്റ് അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുക, ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ്. നമ്മൾ അവിടെയാണ് ആ തിയറീസൊക്കെ പറഞ്ഞില്ലേ, AIDA തിയറി, ഒരു ആ പ്രൊഡക്റ്റിനോട് അറ്റൻഷനിൽ തുടങ്ങി ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ ഒക്കെ ആക്കി മാറ്റണം. അങ്ങനെ ആ പ്രോഡക്റ്റ് നമ്മൾ അവർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാണിക്കുന്ന ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാറ്റലോഗ്സ് ആയിരിക്കും, പിക്ചേഴ്സ് ആയിരിക്കും, എന്താണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മുടെ പ്രോസ്പെക്റ്റ് കസ്റ്റമേഴ്സിന് മുന്നിൽ അവതരിപ്പിക്കുക. അപ്പോൾ അവിടെയാണ്
ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിനെ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ ആ ബൈയിങ് മോട്ടീവ്സിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ അടുത്ത സ്റ്റേജിൽ എന്താ വരുന്നത്, ഹാൻഡ്ലിങ് ഒബ്ജെക്ഷൻസ്. അപ്പോൾ നമ്മുടെ ബയറാവാൻ പോകുന്ന ആൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിനോട് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ അയാൾക്ക് അതിന് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിൽ കുറേ തടസ്സങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ തടസ്സങ്ങൾ ഓവർകം ചെയ്യാനുള്ള പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യക്കുറവായാലും ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറയുക. അതല്ലെങ്കിൽ ഇതാണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, അങ്ങനെയാണെങ്കിൽ ഇതില്ലാത്ത വേറൊരു മോഡൽ നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ വാങ്ങുകയാണെങ്കിൽ അവർക്ക് പിക്ചർ ക്ലാരിറ്റി ആണ് വേണ്ടതെങ്കിൽ അതിന് ക്യാമറ ക്വാളിറ്റി കൂടുതലുള്ള മോഡലുകൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് പ്രൊഡക്റ്റൊക്കെ അയാൾക്ക് ഇഷ്ടമായി, അയാൾക്ക് വാങ്ങണമെന്നുണ്ട്, പക്ഷേ റെഡി ക്യാഷ് കൊടുക്കാൻ അയാളുടെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അയാളോട് പറയുകയാണ്, കയ്യിൽ പൈസ ഇല്ലാത്തതാണോ പ്രശ്നം, യാതൊരു കുഴപ്പമില്ല, കുറച്ച് പൈസ ഇപ്പോൾ അടച്ചാൽ മതി, ബാക്കി EMI ആയിട്ട് പ്രോഡക്റ്റ് നൽകാനുള്ള ഫെസിലിറ്റി നമ്മുടെ ഷോറൂമിലുണ്ട്. അങ്ങനെ അവർക്ക് എന്തൊക്കെ തടസ്സങ്ങളാണോ ഉള്ളത് അതൊരു വലിയ പ്രശ്നമല്ലാത്ത രീതിയിൽ പരിഹരിക്കുന്ന രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ അവരെ പ്രേരിപ്പിക്കുക. ഇപ്പോൾ ഈ പ്രോഡക്റ്റ്, ഈ മോഡലിന് ഇപ്പോഴാണ് ഇത്ര വിലക്കുറവ്, 2 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ വില വർദ്ധിക്കും, ഇപ്പോൾ ഇത് ഏറ്റവും ലാഭത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതാണ് 5ാമത്തെ സ്റ്റെപ്പ്. ദെൻ 6th വരുന്നത് ക്ലോസിങ് ദ സെയിലാണ്. അപ്പോൾ ഏകദേശം അവർക്ക് താല്പര്യമുണ്ട്, വാങ്ങണമെന്നുണ്ട്, നമ്മൾ ബാക്കിയുള്ള തടസ്സങ്ങളൊക്കെ ഇല്ല എന്നുള്ള രീതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് വെറുതെ സംസാരിച്ച് സമയം കളയാൻ നിൽക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏത് മോഡലാണ് സാർ എടുക്കുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ അവരെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ള രീതിയിലേക്ക് സെയിൽസ് പേഴ്സൺ സംസാരിക്കുകയാണ്. ഏത് മോഡലാണ് നോക്കേണ്ടത്, ഏത് കളറാണ് വേണ്ടത്, അപ്പോൾ അവർ ആ പ്രോഡക്റ്റ് വാങ്ങി എന്നുള്ള ഏകദേശം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ അവരോട് അങ്ങനെ ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ക്ലോസിങ് സ്റ്റേജിലേക്ക് എത്തിക്കുന്നതാണ് 6th സ്റ്റെപ്പ്. വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, വെറുതെ സംസാരിച്ച് വാദിച്ച് വെറുതെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സെയിൽസ് ഡ്രോപ്പ് ഔട്ടായി പോകും. അപ്പോൾ ഒരുപാട് പ്രാവശ്യം അവർക്കിങ്ങനെ വെറുതെ സംസാരിക്കാനുള്ള സമയം കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അവർ ഏകദേശം ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സെയിൽ ക്ലോസ് ചെയ്യുക. ഏത് മോഡലാണ് വേണ്ടത്, എന്നാൽ അതെടുക്കല്ലേ, അതിന് ഇങ്ങനെ ഫ്രീ ഉണ്ട്, അതുണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുക. ഞാൻ ഫോം ഫില്ല് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചാൽ അവർ അപ്പോഴേക്കും എഴുതൽ തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾക്ക് തരാനുള്ള എസ്റ്റിമേറ്റ് ഒക്കെ. ദെൻ ലാസ്റ്റിൽ വരുന്നത് ഫോളോ അപ്പ് ആണ്. ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് റീറ്റെയിൻ ദ കസ്റ്റമേഴ്സ്. നമുക്ക് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ മാത്രം കഴിവുണ്ടായ പോരാ, അവരെ നിലനിർത്താൻ അറിയണം. അതിനുവേണ്ടി നമ്മൾ കൃത്യമായി ഫോളോ അപ്പുകൾ ചെയ്യണം. അവർക്ക് ആഫ്റ്റർ സെയിൽ സർവീസുകൾ കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായി കേൾക്കണം, അതിന് പരിഹാരങ്ങൾ എടുക്കണം. അങ്ങനെ ഫോളോ അപ്പ് കൂടി ചെയ്യുമ്പോഴേ നമ്മളുടെ പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. പേഴ്സണൽ സെല്ലിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ് സെയിൽസ്മാൻ ഓർ സെയിൽസ് പേഴ്സൺ. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് സെയിൽസിലും സെയിൽസ് പേഴ്സൺ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഒരേപോലെയുള്ള സെയിൽസ്മാനെ എല്ലാ സെയിൽസിലും നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ നിൽക്കുന്ന ഒരു സെയിൽസ്മാൻ്റെ ക്വാളിറ്റി അല്ല കമ്പ്യൂട്ടർ സെയിൽസ് നടത്തുന്ന കടയിൽ വേണ്ടത്. ആ ക്വാളിറ്റി അല്ല ഫീൽഡിലൂടെ ഇറങ്ങി നടന്ന് ഇപ്പോൾ എൻസൈക്ലോപീഡിയ ഒക്കെ വിൽക്കുന്ന ആളുകൾക്ക് വേണ്ടത്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് സെയിൽസിലും പേഴ്സണൽ സെല്ലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിൽസ്മാൻ്റെ ക്വാളിറ്റീസിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന സെയിൽസ് പേഴ്സൺസ് ഏതൊക്കെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്? അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഓർഡർ ടേക്കിംഗ് സെയിൽസ് പേഴ്സൺസ് ആണ്. അവർക്ക് കുറച്ച് റിസ്ക് കുറവാണ്. കാരണം ഓൾറെഡി പ്രൊഡക്റ്റ് വേണം എന്നുള്ള സ്ഥലങ്ങളിൽ അവർ ആ പ്രൊഡക്റ്റ് ഓർഡറിനനുസരിച്ച് സപ്ലൈ ചെയ്യുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഫസ്റ്റ് ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്തെടുക്കല്ല, ഓർഡർ ടേക്കേഴ്സ് ആണ് അവരെടുക്കുന്നു, ഓർഡർ എടുക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് കാറ്റഗറി അതിൽ വരുന്നത് ഡ്രൈവർ സെയിൽസ്മാൻ ആണ്. അവർ ആ വണ്ടിയിൽ പ്രോഡക്റ്റും കൊണ്ട് വരുന്നു, എന്നിട്ട് ഓരോ കടയിലും എത്ര യൂണിറ്റാണ് കൊടുക്കേണ്ടത് ആ പ്രോഡക്റ്റ് അവിടെ ഇറക്കി വെക്കുന്നു, അവരുടെ ബുക്കിൽ അത് മാർക്ക് ചെയ്യുന്നു, ക്യാഷ് വാങ്ങിക്കുന്നു, പോകുന്നു. ഇപ്പോൾ മിൽക്ക്, ഫ്രഷ് ജ്യൂസ് അങ്ങനെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ആ കാരിയേഴ്സിൽ ഡ്രൈവേഴ്സാണ് ഡ്രൈവർ സെയിൽസ്മാനായി വർക്ക് ചെയ്യുന്നു. അവർക്ക് ഓർഡർ ക്രിയേറ്റ് ചെയ്തെടുക്കല്ല, ഉള്ള ഓർഡറിനുള്ള പ്രോഡക്റ്റ് അവിടെ ഇറക്കി നൽകുന്നു, അതിനനുസരിച്ച് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു.
ദെൻ ഇൻസൈഡ് ഓർഡർ ടേക്കേഴ്സ് ഉണ്ട്. ഇൻസൈഡ് ഓർഡർ ടേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ചെറിയ കടകളിലൊക്കെ കൗണ്ടറിനുള്ളിലുള്ള സെയിൽസ്മാൻ അല്ലെങ്കിൽ ആ കടയ്ക്കുള്ളിലെ സെയിൽസ്മാൻ, അവിടെയുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ കസ്റ്റമർ വരുമ്പോൾ അവർക്കറിയാം ഏത് പ്രോഡക്റ്റാണ് വേണ്ടത്, അപ്പോൾ അത് എത്ര യൂണിറ്റാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു, അത് എടുത്തു കൊടുക്കുന്നു, ക്യാഷ് വാങ്ങിക്കുന്നു. അങ്ങനത്തെ സെയിൽസ്മാൻ ഉണ്ട്. ഇപ്പോൾ ഒരു മിൽക്ക് ഷോറൂം ആണെങ്കിൽ ഇപ്പോൾ അവരവിടെ പാല് വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് എത്ര പാക്കറ്റ് പാല് വേണം പറഞ്ഞ് കൊടുക്കുന്നു, പൈസ വാങ്ങിച്ചു വയ്ക്കുന്നു. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ആണെങ്കിൽ അവിടുത്തെ സെയിൽസ്മാൻ ഏത് മെഡിസിൻ ആണ് വേണ്ടത് എന്ന് കസ്റ്റമർ പറയുന്നു, അതുപോലെ നൽകുന്നു, ക്യാഷ് വാങ്ങിക്കുന്നു. അപ്പോൾ ഇൻസൈഡ് ഓർഡർ ടേക്കേഴ്സ് ഉണ്ട്. ദെൻ ഔട്ട്സൈഡ് ഓർഡർ ടേക്കേഴ്സ് ഉണ്ട്. ഔട്ട്സൈഡ് ഓർഡർ ടേക്കേഴ്സ് എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു എൻസൈക്ലോപീഡിയ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ നടന്ന് വിൽക്കുന്ന ആളുകളുണ്ടാവും. പുറത്തുകൂടെ നടന്ന് വിൽക്കുന്ന ആളുകൾ, ഓർഡർ എടുക്കുന്ന ആളുകളാണ് ഔട്ട്സൈഡ് ഓർഡർ ടേക്കേഴ്സ്. അതിൽ അവരെന്താ ചെയ്യുന്നത്, ഇൻവോയ്സുകൾ ഉണ്ടാവും, പ്രോഡക്റ്റിൻ്റെ ഇൻവോയ്സുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ ചില ആളുകളുണ്ട് വണ്ടിയിലൊക്കെ ചെറിയ ഒരു ബോക്സ് വെച്ചുകൊണ്ടൊക്കെ സോപ്പ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ചെറിയ ചെറിയ കടകളിൽ വിതരണം ചെയ്യുന്ന സെയിൽസ്മാൻ. ഇപ്പോൾ നമ്മുടെ എൻസൈക്ലോപീഡിയ സെല്ലർ എന്ന് പറയുമ്പോൾ അവർ ഔട്ട്സൈഡിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും അവർക്ക് ഓൾറെഡി ഉള്ള ഓർഡറിനല്ല പ്രോഡക്റ്റ് നൽകുന്നത്. ചെറിയൊരു വ്യത്യാസം വരുന്നത് ഓൾറെഡി ഉള്ള ഓർഡറിന് പ്രോഡക്റ്റ് നൽകുന്ന ആളുകളാണ് ഓർഡർ ടേക്കേഴ്സ്. അപ്പോൾ ഓർഡർ ടേക്കേഴ്സിൽ ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടികളിലൊക്കെ ഇപ്പോൾ സിഗരറ്റ് അല്ലെങ്കിൽ സോപ്പുകൾ ഒക്കെ ആ വണ്ടിയിൽ തന്നെ ചെറിയൊരു പെട്ടി ഉണ്ടാവും. ദെൻ അവർ ഓരോ കടകളിലും പ്രോഡക്റ്റ് നൽകുന്നു, ഓർഡറിനനുസരിച്ച് നൽകുന്നു. അവരാണ് ഔട്ട്സൈഡ് ഓർഡർ ടേക്കർ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഓർഡർ ഗെറ്റിംഗ്. അതിലാണ് നമ്മുടെ എൻസൈക്ലോപീഡിയ സെല്ലറൊക്കെ ഔട്ട്സൈഡ് ഓർഡർ ഗെറ്റിംഗ് സെയിൽസ്മാൻ ആണ്. പുറത്തുകൂടെ നടന്ന് ടാൻജിബിൾ പ്രോഡക്റ്റ്, അതിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് ക്രിയേറ്റീവ് സെല്ലർ ഓഫ് ടാൻജിബിൾ പ്രോഡക്റ്റ്. നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സുമായി പുറത്തുകൂടെ നടന്ന് കസ്റ്റമേഴ്സിനെ കണ്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഓർഡർ എടുക്കുകയാണ്. ഫസ്റ്റായിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഒരു ഓർഡർ എടുത്ത് പ്രോഡക്റ്റ് നൽകുന്ന ആളുകൾ. അപ്പോൾ ഈ ഓർഡർ ഗെറ്റിംഗ് ആളുകൾ ചില സമയങ്ങളിൽ ചില പ്രോഡക്റ്റിന് റെഗുലർ ഓർഡേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് റിപ്പീറ്റ് ചെയ്താൽ മതിയാവും. ചില പ്രോഡക്റ്റ് അങ്ങനെയല്ല, വൺ ടൈം സെയിൽസിൽ അവിടെ ആ സെയിൽസ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീടുകളിലൂടെയൊക്കെ പ്രോഡക്റ്റ് കൊണ്ടുവരുന്ന ആളുകളുണ്ട്, നമ്മളത് വാങ്ങിക്കുന്നു. ചില ആളുകൾ അടുത്ത മാസവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അടുത്ത മാസവും നമ്മുടെ സ്ഥലത്ത് കൂടെ വരും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ചിലത് അങ്ങനെയല്ല, ആ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അതോടെ ആ സെയിൽസ് ആ വീട്ടിലെ കഴിഞ്ഞു, പിന്നീട് വേറെ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ടാൻജിബിൾ പ്രോഡക്റ്റിൻ്റെ ക്രിയേറ്റീവ് സെല്ലേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇൻടാൻജിബിൾ പ്രോഡക്റ്റിൻ്റെ ക്രിയേറ്റീവ് സെല്ലേഴ്സും ഉണ്ട്. ഇൻടാൻജിബിൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഡ്വർടൈസിങ് ആൻഡ് കൺസൾട്ടൻസി, ഇൻഷുറൻസ്, ട്രാവല് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സർവീസുകൾ നൽകുന്ന കാറ്റഗറിയാണ്. അവിടെ ഇൻടാൻജിബിൾ പ്രോഡക്റ്റാണ്. അപ്പോൾ ഓർഡർ ടേക്കേഴ്സ്, ഓർഡർ ഗെറ്റിംഗ് സെയിൽസ് പേഴ്സൺ. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ് സപ്പോർട്ട് പൊസിഷനിലുള്ള ആളുകളാണ്. സെയിൽസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ഹോട്ടൽസിലാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ വരെ PROമാരെ കണ്ടിട്ടുണ്ടാവും. അവരുടെ സ്ഥാപനത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ച് അവിടെ വരുന്ന ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നവരാണ്. അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ കംപ്ലൈൻറ്റ് കേൾക്കുക, അതിനനുസരിച്ച് അവരുടെ പരാതിക്ക് അനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മൾക്ക് ഇനി എന്തെങ്കിലും സർവീസ് അവർക്ക് ആവശ്യമുണ്ടോ, നമ്മുടെ സർവീസിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അങ്ങനെ പബ്ലിക്കുമായി റിലേഷനിൽ ഏർപ്പെടുന്ന ആളുകൾ. അവർ നമ്മുടെ സെയിൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ആ രീതിയിൽ ഓരോ സ്ഥാപനങ്ങളും അതിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് നമ്മളുടെ പ്രോഡക്റ്റ് കാറ്റഗറിക്കനുസരിച്ച് സെയിൽസ് പേഴ്സൺസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റു തൊഴിലാളികളെ പോലെയല്ല. ഇപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, എംപ്ലോയീസ്, സാധാ ലെവൽ എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അവരുടെ ആക്ടിവിറ്റിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് സെയിൽസ് പേഴ്സൻ്റെ ജോലി. എങ്ങനെയാണ്? ഹൗ ദേ ആർ ഡിഫറെൻറ്റ്. ഏറ്റവും ആദ്യം പറയുന്നത് ദേ റെപ്രസെൻറ്റ് ദെയർ കമ്പനി ടു ദ കസ്റ്റമർ ആൻഡ് സൊസൈറ്റി. ഇവർ നമ്മുടെ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. കമ്പനിയെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചുമൊക്കെ പൊതുജനങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ പ്രതിനിധികളാണ് അവർ. അതേപോലെ തന്നെ ഒരു ഫാക്ടറി എംപ്ലോയി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിനുള്ളിലുള്ള തൊഴിലാളികളെല്ലാം CCTV സർവൈലൻസിന് കീഴിലായിരിക്കും.
പക്ഷേ സെയിൽസ് പേഴ്സൺസ് അങ്ങനെയല്ല. ഫീൽഡിലൂടെ നമ്മൾ പറഞ്ഞയക്കുന്ന സെയിൽസ് പേഴ്സൺസ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അവർക്ക് അവരുടെ ആ ഫീൽഡിലേക്ക് പോവുക, അവിടെ ആ പ്രോഡക്റ്റിനെ കുറിച്ച് അവതരിപ്പിക്കുക, ഓർഡർ എടുക്കുക. അപ്പോൾ അവർ പുറത്ത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് നടക്കുന്നവരാണ്, അല്ലാതെ എല്ലായ്പ്പോഴും ക്ലോസ്ഡ് സർവൈലൻസിൽ ഇരിക്കുന്ന ആളുകളല്ല. Then a salesperson must work hard physically and mentally and be creative. അതായത് നമ്മുടെ സെയിൽസ് പേഴ്സൺസിന് എല്ലായ്പ്പോഴും നല്ല ക്വാളിറ്റി വേണം. കാരണം സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സോഷ്യൽ ഇൻ്റലിജൻസും ടാക്റ്റും ഒക്കെ വേണം. ഓരോ യുക്തിപരമായ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കേണ്ട സന്ദർഭമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഫിസിക്കലി ആൻഡ് മെൻ്റലി, ശാരീരികപരമായും മാനസികപരമായും എല്ലാം അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കണം സെയിൽസ് പീപ്പിൾ. ദെൻ അവർക്ക് വേറൊരു സവിശേഷത എന്ന് പറയുന്നത് കമ്പനിയുടെ ഫണ്ടിൽ ആക്സസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവർ അത്രയും ശ്രദ്ധയോടുകൂടി, അവരുടെ റെസ്പോൺസിബിലിറ്റി ലെവൽ ഹൈ ആണ്. ആ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിലും ഓർഡർ എടുക്കുന്നതിലും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് നിലനിർത്തുന്നതുമെല്ലാം നമ്മുടെ സെയിൽസ് പേഴ്സൺസ് ആണ്. അപ്പോൾ അവർക്ക് അത്രയും ഡിഫറൻസ് ഉണ്ട്. സാധാരണ ഒരു ശമ്പളം കൊടുത്ത് ജോലി ചെയ്യിക്കുന്ന ഫാക്ടറി എംപ്ലോയിയെ പോലെ അല്ല നമ്മളുടെ സെയിൽസ് പേഴ്സൺസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ഓഫ് എ സെയിൽസ് പേഴ്സൺ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നോർമൽ ക്വാളിറ്റീസ്. ഏറ്റവും ആദ്യമായി ഫിസിക്കൽ ക്വാളിറ്റി, നല്ല ഹെൽത്ത് ഉള്ള ആളായിരിക്കണം. അപ്പോൾ നമ്മുടെ കടയിലേക്ക് കസ്റ്റമർ വരുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് അവർ പോകുന്നത് വരെ ചിലപ്പോൾ നിന്ന് സംസാരിക്കേണ്ട വ്യക്തിയായിരിക്കും. ആ പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തമായ എക്സ്പ്ലനേഷൻസ് കൊടുക്കണം, അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് നല്ല എനർജറ്റിക് ആയിട്ടുള്ള, ഫിസിക്കലി നല്ല കേപ്പബിൾ ആയ വ്യക്തികളെയാണ് നമ്മൾ സെയിൽസ് പേഴ്സൺസ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി വേണം. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയുന്നുണ്ടാവും, പക്ഷെ അവരോട് അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയാൻ വയ്ക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക് സെയിൽസ് പേഴ്സൺ എന്നുള്ള ആ ജോലിക്ക് അവർ ക്വാളിഫൈഡ് അല്ല. ദെൻ മെൻ്റൽ ക്വാളിറ്റീസ് വേണം. നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ബിഹേവിയറിലെല്ലാം. അപ്പോൾ ഓരോ കസ്റ്റമറുടെയും നാച്ചുറൽസ് കൃത്യമായി നമ്മൾ ആദ്യം തന്നെ വാച്ച് ചെയ്യണം. അതിനനുസരിച്ച് അവരോട് ടാക്റ്റിക്കലായി സംസാരിക്കാനും പെരുമാറാനും കഴിയുന്ന അത്രയും ഒരു മെൻ്റൽ ഡിസിഷൻ മേക്കിംഗ് പവറൊക്കെ ഉള്ള ആളായിരിക്കണം സെയിൽസ് പേഴ്സൺ. കാരണം ആ വ്യക്തിയുടെ അഭിപ്രായത്തിന് വിപരീതമായി നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ നമ്മുടെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ മെൻ്റൽ ക്വാളിറ്റീസ് വേണം. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ വേണം. അപ്പോൾ വിദ്യാഭ്യാസം ആവശ്യമാണ്, ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് ആവശ്യമാണ്, നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടുള്ള നോളജ് ആവശ്യമാണ്, ആളുകളെ ഡീൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും വേണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ചൂടാകുന്ന ആളുകളെ നമ്മൾക്ക് സെയിൽസ് ഫീൽഡിൽ വെക്കാൻ കഴിയില്ല. പ്ലീസിങ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തികളാണ് സെയിൽസ് പേഴ്സണായി വർക്ക് ചെയ്യേണ്ടത്. ദെൻ എന്തൂസിയാസം വേണം. ഓരോ വർക്കിലും അവനവൻ്റെ പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾക്ക് അത്രയും പ്രൗഡായിരിക്കണം. നമ്മുടെ കമ്പനി ബെസ്റ്റാണ്, നമ്മുടെ പ്രോഡക്റ്റാണ് മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകളേക്കാൾ വളരെ നല്ലത് എന്ന് അവരോട് നല്ല ആത്മവിശ്വാസത്തോടെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി സെയിൽസ് പേഴ്സൺ വേണം. ദെൻ കോർട്ടസി, നല്ല മര്യാദയോടുകൂടി ആളുകളോട് പെരുമാറണം. ചിരിച്ച മുഖത്തോടെ നല്ല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് വളരെ മിതമായ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടും ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം പറഞ്ഞ് ആവശ്യമില്ലാതെ സംസാരിക്കാത്ത അങ്ങനെയൊക്കെയുള്ള ഒരു കോർട്ടസി ഉള്ള വ്യക്തിയായിരിക്കണം സെയിൽസ് പേഴ്സൺ. ദെൻ ഇനീഷ്യേറ്റീവും എമ്പതിയും ഒക്കെ വേണം. ഒരു കസ്റ്റമർ വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ കസ്റ്റമർക്ക് ആദ്യം തന്നെ നമ്മളോട് എന്താണ് വേണ്ടത്, എനിക്കിങ്ങനെയാണ്, എന്തൊക്കെ ഡിമാൻഡാണുള്ളതെന്നൊന്നും ചിലപ്പോൾ വ്യക്തമായി പറയാൻ കഴിയാത്ത ആളായിരിക്കാം. അപ്പോൾ സെയിൽസ് പേഴ്സൺ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ആ പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യണം. അതേപോലെ തന്നെ അവരോട് അന്വേഷിക്കണം, അവരെ സഹായിക്കണം, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം. എമ്പതി, അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള കഴിവ് വേണം. എമ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ അവനവൻ്റെ ഫീലിങ്സായി കണക്കാക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. അപ്പോൾ കസ്റ്റമറുടെ പ്ലേസിൽ നിന്ന് ആലോചിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി സെയിൽസ് പേഴ്സൺ വേണം. ദെൻ ഡിപ്പെൻഡബിലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി. നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഫണ്ട് പോലും ഇവരെ വിശ്വസിച്ചാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവർ അത്രയും വിശ്വസ്തരായിരിക്കണം, ആത്മാർത്ഥതയോടെ കൂടി വർക്ക് ചെയ്യുന്നവരായിരിക്കണം. അതേപോലെ തന്നെ ഈ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ചിലപ്പോൾ ആ ട്രെയിനിങ്ങിൽ ഇല്ലാത്ത
ഒരു കാര്യം നമ്മൾക്ക് നമ്മുടെ കസ്റ്റമറോട് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നാൽ അതും കൃത്യമായി നല്ല വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. കാരണം കമ്പനി ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ റെസ്പോൺസിബിലിറ്റി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് ഉള്ള വ്യക്തികളെയാണ് നമ്മൾ സാധാരണയായി സെയിൽസ് പേഴ്സൺസ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സെയിൽസ് പ്രൊമോഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അഡ്വർടൈസിംഗ് ഉണ്ട്. അഡ്വർടൈസിംഗ് ക്രിയേറ്റ്സ് സെയിൽസ് ആണ്. ഒരു സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്, ഈ സെയിൽസ് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് അഡ്വർടൈസിങ്. എന്നാൽ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഡ്വർടൈസിങ് ഓഫേഴ്സ് ബൈ, നമ്മളോട് ഇത് വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന ഓഫറാണ് അഡ്വർടൈസിങ്. സെയിൽസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ മാനുഫാക്ചറർ നൽകുന്ന ഓഫറുകൾ. എന്നാൽ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഓഫേഴ്സ് ഇൻസെൻറ്റീവ് ടു ബൈ, നമ്മളെ ആ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾക്ക് നൽകുന്ന ഇൻസെൻറ്റീവുകളാണ് സെയിൽസ് പ്രൊമോഷനിൽ വരുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മളുടെ പ്രോഡക്റ്റ് പ്രിഫർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്ന എക്സ്ട്രാ സർവീസുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റുകളൊക്കെയാണ് സെയിൽസ് പ്രൊമോഷനിൽ വരുന്നത്. മാക്സിമം സെയിൽസ് ബൂസ്റ്റ് ചെയ്യുക. സെയിൽസ് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടായിട്ട് കമ്പനിയിൽ റെഗുലർ പ്രൊഡക്ഷൻ ഉണ്ടാവും. നമ്മുടെ എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റീസ് കൃത്യമായി നടക്കും. കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നമ്മുടെ പ്രോഡക്ട്സിന്റെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവും. അതായത് അവരിങ്ങനെ റെഗുലറായി വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കമ്പനിക്ക് ഓവറോൾ പ്രോസ്പെക്ട്സ് ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് മാനുഫാക്ചറേഴ്സ് അതേപോലെ നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് പ്രിഫർ ചെയ്യുന്നത് അഡ്വർടൈസിങ്ങിനേക്കാൾ കൂടുതലായിട്ട് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിലാണ്. അതിനു വേണ്ടിയാണ് അവർ ഫണ്ട് നീക്കി വെക്കുന്നത്. കാരണം നമ്മളുടെ കസ്റ്റമേഴ്സിന് അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നൽകുക, അത് എക്സ്ട്രാ ബെനിഫിറ്റോട് കൂടി നൽകുക. ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഫിലിപ്പ് കോട്ട്ലറൊക്കെ അഭിപ്രായപ്പെടുന്നതാണ് ഇത് അഡ്വർടൈസിംഗ് ഓഫർ ബൈ സെയിൽസ് പ്രൊമോഷൻ ഓഫർ ഇൻസെൻറ്റീവ് ടു ബൈ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വൈഡ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്, ജനറലി ഷോർട്ട് ടേം. സാധാരണയായി നമ്മൾ കുറച്ച് കാലത്തേക്കാണ് അത് ഓഫർ ചെയ്യുന്നത്. എന്ത്? ഇൻസെൻറ്റീവ്സ് designed to increase and expand the market. നമ്മളുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഷോർട്ട് പീരിയഡിലേക്ക് വേണ്ടി നമ്മൾ ബയേഴ്സിന് നൽകുന്ന ഇൻസെൻറ്റീവ്സ് ആണ് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടോപ്പ് മാനേജ്മെന്റ് ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഏറ്റവും നല്ല റിസൾട്ട്, വളരെയധികം ഇമ്പാക്റ്റോടു കൂടി നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിലാണ്. അതേപോലെ തന്നെ പലപ്പോഴും കോമ്പറ്റേറ്റേഴ്സ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഫ്രീക്വന്റ് ആയിട്ട് അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ കമ്പനിയും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സെയിൽസ് പ്രൊമോഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ലോവേഴ്സ് യൂണിറ്റ് കോസ്റ്റ്. തുടർച്ചയായി പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിക്സഡ് കോസ്റ്റിലാണെങ്കിലും റണ്ണിങ് കോസ്റ്റിലാണെങ്കിലും എല്ലാം നമ്മൾക്ക് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എൻജോയ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ യൂണിറ്റ് കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റിന് പെർ യൂണിറ്റ് കോസ്റ്റിൽ റിഡക്ഷൻ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ്സ് സെയിൽസ് സപ്പോർട്ട്. മാക്സിമം സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത്. അപ്പോൾ സെയിൽസിന് ഒരു സപ്പോർട്ടാണ്. ദെൻ ഫാസ്റ്റർ പ്രോഡക്റ്റ് ആക്സെപ്റ്റൻസ്. നമ്മൾക്ക് ആളുകൾക്കിടയിൽ നമ്മളുടെ പ്രൊഡക്റ്റിന് വളരെ വേഗം സ്വീകാര്യത കിട്ടുന്നു. പലപ്പോഴും നമ്മൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളൊക്കെ നൽകാറുണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റിന് അത്രയും നമ്മൾക്ക് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ആളുകൾക്കിടയിൽ വളരെയധികം പോപ്പുലാരിറ്റി കിട്ടും. മൗത്ത് പോപ്പുലാരിറ്റി. ഒരു വ്യക്തി വാങ്ങി ഉപയോഗിച്ചു, അതിനനുസരിച്ച് ഇത് നല്ലതാണ്, ഇതിന് ഇത്രയും ഡിസ്കൗണ്ട് ഉണ്ട്, ഇത്രയും ഫെമിലിയർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ ആക്സെപ്റ്റൻസ് കൂടും. ദെൻ ബെറ്റർ കൺട്രോൾ. നമുക്ക് കൃത്യമായി പ്രോഡക്റ്റിന്റെ സെയിൽസ് നടത്താൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എങ്ങനെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ മാനേജ്മെന്റിന് കഴിയും. കാരണം കോസ്റ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ കുഡ് ബി കമ്പയർഡ് വിത്ത് ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ്. നമ്മൾ നോക്കും, ഇതിന് നമ്മൾക്ക് വരുന്ന ചെലവും അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ല എന്ന് തോന്നിയാൽ നിർത്തുകയും ചെയ്യാം. പക്ഷേ ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി നടത്തുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നു, ഇൻസെൻറ്റീവുകൾ കൊടുക്കുന്നു, ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നു, പല പ്രോഗ്രാമുകൾ നടത്തുന്നു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും വരാറുണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. കാരണം ചില ആൾക്കാർ പറയും 50% ഡിസ്കൗണ്ടിൽ വിറ്റഴിക്കുന്നു,
തുണിത്തരങ്ങളാണ് വിചാരിക്കുക. ചിലർ അത് പഴയ സ്റ്റോക്ക് ആയിരിക്കും, പഴയ സ്റ്റോക്ക് വിറ്റൊഴിവാക്കാവും, അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും. അല്ലെങ്കിൽ പ്രോപ്പർ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും, പുതിയ മോഡൽ വരുമ്പോൾ പഴയ മോഡൽ വിൽക്കുന്നതാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡാമേജ് ഉണ്ടാവും. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സുകളും റിയാക്ഷൻസും സെയിൽസ് പ്രൊമോഷന് ചില സമയങ്ങളിൽ ലഭിക്കാറുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി ഏതൊക്കെ ടൂളുകൾ ഉപയോഗിച്ചാണ് നടത്തുന്നത്? മേജർ സെയിൽസ് പ്രൊമോഷൻ ടൂൾസ്, അതിൽ പ്രധാനമായി 3 ടൂളാണ് വരുന്നത്. കൺസ്യൂമർ പ്രൊമോഷൻ ടൂള്, ട്രേഡ് പ്രൊമോഷൻ ടൂള്, സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. കൺസ്യൂമർ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉപഭോക്താക്കൾക്കാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. അവർക്ക് നമ്മൾ പ്രീമിയംസ് ഒക്കെ ഓഫർ ചെയ്യാം. അത് 2 രീതിയിൽ വരാം. ഡയറക്റ്റ് പ്രീമിയവും ഉണ്ട്, കണ്ടീഷണൽ പ്രീമിയവും ഉണ്ട്. ഡയറക്റ്റ് പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുന്നതിന്റെ കൂടെ ഇമ്മീഡിയറ്റ് ആയി നമ്മൾക്ക് കിട്ടുന്ന പ്രീമിയമാണ് ഡയറക്റ്റ് പ്രീമിയം. ഇപ്പോൾ ഒരു കൊക്കക്കോള ബോട്ടിൽ വാങ്ങുമ്പോൾ അതിൽ 20 മില്ലി ഫ്രീ ആണ്, അല്ലെങ്കിൽ 200 മില്ലി ഫ്രീ ആണ് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് ആ പാക്കറ്റ് വാങ്ങുന്നതിന്റെ ഒപ്പം നമ്മൾക്ക് കിട്ടുന്നു. വി ക്യാൻ എൻജോയ് ദ ബെനിഫിറ്റ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ഇറ്റ്സെൽഫ്. അതാണ് ഡയറക്റ്റ് പ്രീമിയം. അല്ലെങ്കിൽ ആ പ്രോഡക്റ്റില് 10 രൂപ ഓഫ്, അപ്പൊ ആ പാക്കറ്റ് വാങ്ങുമ്പോൾ 20 രൂപയുടെ പാക്കറ്റ് ആണ്, 15 രൂപ നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടുന്ന പ്രീമിയമാണ് ഡയറക്റ്റ് പ്രീമിയം കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്. അത് ഏതൊക്കെ രീതിയിൽ വരാം? ക്വാണ്ടിറ്റി ഡീൽസ്, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 100 മില്ലി മോർ, ആ രീതിയിലുള്ളത്. പിന്നെ പ്രൈസ് ഡീൽസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ഓഫേഴ്സ്. ഈ പാക്കറ്റ് എടുക്കുമ്പോൾ 10 രൂപ ഓഫ് എന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ഇൻസെന്റീവ് കിട്ടുന്നു. ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രീമിയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ആ ബെനിഫിറ്റ് കിട്ടില്ല. ഇപ്പോൾ 4 പാക്കറ്റ് മാഗി വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടുന്ന കൂപ്പണുകൾ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് മാഗി ഫ്രീ, അങ്ങനെ ഒരു ഓഫർ വെച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ ഈ 4 പാക്കറ്റ് മാഗി വാങ്ങി ഉപയോഗിക്കണം, എന്നിട്ട് അതിനുള്ള കൂപ്പണുകൾ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നുള്ളൂ? 5ാമത്തെ പാക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ളതാണ് കണ്ടീഷണൽ. എന്തെങ്കിലും കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ വരുന്ന പ്ലാനുകൾ കൂപ്പൺ പ്രീമിയം പ്ലാൻ, അതേപോലെ യൂസർ ടു യൂസർ സ്കീം, റീഡേഴ്സ് ഡൈജസ്റ്റ് ബുക്ക് ഒക്കെ ഒരാൾ വേറൊരാളെ റെഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുണ്ടല്ലോ, ആദ്യത്തെ നമ്മുടെ കസ്റ്റമർ, അയാൾക്ക് ഫ്രീ ആയിട്ട് ഡയറിയോ കോംപ്ലിമെന്റ്സോ ഒക്കെ അയച്ചു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ കൺസ്യൂമർ കോൺടെസ്റ്റുകൾ, ഉപഭോക്താക്കൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യാം? മത്സരങ്ങളൊക്കെ വെക്കാം. എന്നിട്ട് അതിൽ വിൻ ചെയ്യുന്ന ആൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗിഫ്റ്റുകളൊക്കെ ഓഫർ ചെയ്യുന്നു, അവർക്ക് നൽകുന്നു. ദെൻ റീഫിൽ പാക്കുകൾ. അപ്പോൾ ആദ്യത്തെ കണ്ടെയ്നറിലുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ കണ്ടെയ്നറിന്റെ പൈസയും കൂടെ നൽകുന്നുണ്ടാവും. പിന്നീട് ആ റീഫിൽ പൗച്ചുകൾ കിട്ടുമ്പോൾ ഇത്രയും വില ഉണ്ടാവില്ല. ഇപ്പോൾ വിം ലിക്വിഡിന്റെ ഒക്കെ ബോട്ടിലാണെങ്കിൽ 60 രൂപ, അതേപോലെ തന്നെ അതിന്റെ കണ്ടന്റ് പാക്കറ്റിൽ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 45 രൂപ നൽകിയാൽ മതിയാവും. നെസ്കഫേയുടെ കണ്ടെയ്നേഴ്സിൽ അങ്ങനെയുള്ള ഓഫറുകൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ റീഫിൽ പൗച്ചുകൾ നൽകുക. ദെൻ ഡെഫേർഡ് പേയ്മെന്റ് പ്ലാൻ. ഇപ്പോൾ നമ്മളൊരു 1980s ഇത് കൂടുതലായിട്ട് പലതരത്തിലുള്ള എയർലൈൻ കമ്പനികൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പറക്കാം, പേയ്മെന്റ് പിന്നെ തന്നാൽ മതി, അങ്ങനെ പിന്നീട് പൈസ കൊടുക്കാം എന്ന് പറയുന്ന രീതിയിലുള്ള സ്കീമുകൾ. മണി റീഫണ്ട് ഓഫർ. ഇപ്പൊ നമ്മൾ കുറെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ പാക്കറ്റുകൾ കൊണ്ടേ കൊടുത്താലോ അല്ലെങ്കിൽ അതിലുള്ള കൂപ്പണുകൾ കൊണ്ടേ കൊടുത്താലോ ഒക്കെ നമ്മൾക്ക് എന്ത് കൊടുക്കാം? ക്യാഷ് ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വാങ്ങി ഉപയോഗിച്ച് നമുക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കാം, നിങ്ങളുടെ വില ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്നൊരു കമ്പനി പറയാം. പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ വില തിരിച്ചു കൊടുക്കുന്ന ഓഫർ, മണി റീഫണ്ട് ഓഫർ. ദെൻ സെൽഫ് ലിക്വിഡേറ്റിംഗ് പ്രീമിയം. സെൽഫ് ലിക്വിഡേറ്റിംഗ് പ്രീമിയം എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു അഡീഷണൽ പ്രൊഡക്റ്റ് കൊടുക്കും, അതിന്റെ ഫുൾ വാല്യൂ കൊടുക്കേണ്ട. 3 പാക്കറ്റ് വാഷിംഗ് പൗഡർ വാങ്ങിയാൽ 200 രൂപയുടെ ബക്കറ്റ് നിങ്ങൾക്ക് 60 രൂപയ്ക്ക് വാങ്ങാം. അപ്പൊ ആ 140 രൂപ നമ്മൾക്ക് അവിടെ ലാഭം കിട്ടണം. അപ്പൊ നമ്മൾ ഈ 3 പാക്കറ്റ് വാഷിംഗ് പൗഡർ വാങ്ങും, പ്ലസ് ഈ ബക്കറ്റും വാങ്ങിക്കും, ആവശ്യമുള്ളവർ കേട്ടോ. ദെൻ ട്രേഡ് പ്രീമിയം. ട്രേഡ് പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മുടെ കച്ചവടക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന പ്രീമിയംസ് ആണ്. നമ്മുടെ റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സും ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് എന്തൊക്കെയാ കൊടുക്കുക? മെർക്കൻഡൈസ് ഡീലുകൾ, ഉൽപ്പന്നങ്ങളിലുള്ള ചില കൂപ്പണുകളും, ഇത്ര ബൾക്ക് പർച്ചേസ് ചെയ്താൽ ഇത്ര ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ പ്രൈസ് ഡീൽസ്, പ്രോഡക്റ്റിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഡിസ്കൗണ്ടുകളും ഒക്കെ. പിന്നെ ഗിഫ്റ്റ്, അവർക്ക് നൽകുന്ന ഗിഫ്റ്റുകള്, അലവൻസുകള്. കോപ്പറേറ്റീവ് അഡ്വർടൈസിങ്, പരസ്യം നൽകുന്നതിന്റെ ചെലവ് ഇവർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, മാനുഫാക്ചറും റീറ്റെയിലറും ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറേ കാലത്തേക്ക് പ്രൊഡക്റ്റ് 50% നൽകാം എന്നൊക്കെയുള്ള ഓഫറുകൾ കൊടുക്കും.
അങ്ങനെയുള്ള പ്രീമിയം ഓഫേഴ്സ് ആണ് ഡീലേഴ്സിന് നമ്മൾ നൽകുന്നത്. ദെൻ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഡീലർ കോൺടെസ്റ്റ് ഉണ്ട്. അവർക്കിടയിൽ മത്സരങ്ങൾ വെക്കുക, വിജയികൾക്ക് സമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്യും. ദെൻ ലാസ്റ്റിൽ വരുന്നത് ഏതാ? സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. നമ്മുടെ സെയിൽസ്മാൻമാർക്ക് നമ്മൾ ഇൻസെന്റീവ് കൊടുക്കാം. ഇപ്പോൾ ചില ടെക്സ്റ്റൈൽ കടകളിലൊക്കെ ഉണ്ട്, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ ബില്ലിന്റെ കൂടെ ആ സെയിൽസ്മാന്റെ കോഡ് അവർ എഴുതും. കാരണം ആ സെയിൽസ്മാന്റെ കീഴിൽ എത്ര വിൽപ്പന ഉണ്ടായി എങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ചെറിയൊരു കമ്മീഷനോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ, അതായത് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. മാക്സിമം സെയിൽസ് ഉണ്ടായാലേ അവർക്ക് മാക്സിമം കമ്മീഷൻ കിട്ടുള്ളൂ. അങ്ങനെ സെയിൽസ് ഫോഴ്സിന് കമ്മീഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സെയിൽസ് പ്രൊമോഷൻ നടത്താറുണ്ട്. അപ്പൊ സെയിൽസ് പ്രൊമോഷൻ ടൂൾസിൽ പ്രധാനമായി വരുന്നത് കൺസ്യൂമർ പ്രൊമോഷൻ, ട്രേഡ് പ്രൊമോഷൻ ആൻഡ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. അപ്പൊ അത്രയാണ് നമ്മൾക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ.